എല്ലാവരും ജയിക്കും എന്ന് എല്ലാവരും ഇല്ല, നമ്മുടെ ഗ്രൂപ്പിൽ ചിലർ ഡ്രോ ആവുന്ന പറഞ്ഞവരുണ്ട്, തോൽക്കും എന്ന് പ്രഡിക്റ്റ് ചെയ്ത ആൾക്കാരുണ്ട്. നമ്മളൊക്കെ ഇവിടെ പോഡ്കാസ്റ്റ് നമ്മളെല്ലാരും ജയിക്കും എന്ന് പറഞ്ഞാണ് നമ്മൾ ക്ലോസ് ചെയ്തത്. അങ്ങനെ നമ്മൾ ഇവിടെ പ്രതീക്ഷിച്ചതും അങ്ങനെ ലിവർപൂൾ ഫാൻസ് കുറെ പ്രതീക്ഷിച്ചത് നമ്മൾ ജയിക്കുന്നതാണ്. പക്ഷെ സിറ്റിക്കെതിരെ നമ്മൾ തോക്കുന്ന ഇതിലേക്ക് എത്തി. മാത്രമല്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം വായിച്ച പെപ് ഗാർഡിയോള ലിവർപൂളിനെതിരെ 2 മാച്ചും ലീഗിലെ 2 മാച്ചും ഹോം ആൻഡ് അവേ ഒരു സീസണിൽ ജയിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടി ഗാർഡിയോളയുടെ ലാസ്റ്റ് സീസണാന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ അങ്ങനെ ഒരു കാര്യം കൂടി ഇങ്ങോട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഗാർഡിയോളയ്ക്ക്. മാത്രല്ല അതിനേക്കാളൊക്കെ അപ്പുറം നമ്മുടെ ടോപ്പ് 4ന്റെ ചാൻസസ് ആണ്. ടോപ്പ് 4ലേക്കുള്ള ചാൻസ് പോകുന്ന രീതിയിലാണ് പ്രീമിയർ ലീഗിൽ ഈ ആഴ്ച ഉണ്ടായത്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ യുണൈറ്റഡ് ആയാലും ചെൽസി ആയാലും അവരൊന്നും പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തില്ല. അവര് രണ്ടുപേരും അവരുടെ മാച്ച് ജയിച്ചു. 4 കളി കണ്ടിന്യൂസ് ആയി ജയിക്കുന്നു. നല്ല ഫോമിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോഴും അങ്ങനെ ഉരുണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ റിസൾട്ട്സ് അനുസരിച്ച് നമ്മൾ അങ്ങോട്ട് എത്തിയിട്ടില്ല. അപ്പോ ടോപ്പ് 4ലേക്കുള്ള സാധ്യതകൾ അങ്ങനെ കുറഞ്ഞു വരുന്നൊരു റിസൾട്ടായി മാറി. പിന്നെ അവിടെ നോക്കുമ്പോൾ വില്ല പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തെങ്കിലും അത് കാര്യമായിട്ട് നമ്മളെ അഫക്ട് ചെയ്തിട്ടില്ല. ചെൽസിക്കും യുണൈറ്റഡിനുമാണ് അത് ഉപകാരമായിട്ട് അവർക്ക് വേണമെങ്കിൽ വില്ലെ കവർ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് എത്തി. മാത്രമല്ല ടൈറ്റിലിന്റെ അത് നോക്കുമ്പോൾ സിറ്റിക്ക് ജയിച്ച കാരണം കുറെ ആഴ്സണൽ ഫാൻസ് ഇരുന്ന് കണ്ട കളിയാണ് നമ്മുടെ കളി കണ്ടിട്ട്. നമ്മുടെ പല പ്ലേയേഴ്സിനെയും ഗ്യാപ്കോന്റെ ഒക്കെ കാര്യമൊക്കെ ചില ആഴ്സണൽ ഫാൻസ് ഒക്കെ പറയുന്നത്, ഇത് ഇങ്ങനെയുള്ള പ്ലെയർ ആണോ നിങ്ങൾ ഇത്ര വലിയ കാര്യമായിട്ട് നടക്കണേന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എനിവേ അവര് ആഴ്സണലിന്റെ പ്രതീക്ഷയും തകർന്നു. ആഴ്സണലിൽ വിചാരിച്ചത് ലിവർപൂൾ ജയിക്കുന്നതാണ്, അതും പോയി. അങ്ങനെ സിറ്റിയും ആഴ്സണലും തമ്മിലുള്ള ഗ്യാപ്പ് 6 പോയിന്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണ്. ആഴ്സണൽ ജയിച്ചു, ഓഫ് കോഴ്സ് അവര് കംഫർട്ടബിൾ ആയിട്ട് ജയിച്ചു. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ഈ ഗെയിം വീക്ക് വന്നത്. ഇന്നിപ്പോ നമുക്കിവിടെ ക്രിസ് ഇല്ല. ക്രിസ് ആണ് സാധാരണ ഇതൊക്കെ പറഞ്ഞ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാറ്. ക്രിസ് ഒരു ടൂറിലാണ്, വേൾഡ് ടൂറാണ്. ടൂറൊക്കെ കഴിഞ്ഞ് എപ്പോ എത്തുന്നറിയില്ല. എന്തായാലും കളിയൊക്കെ കണ്ടിട്ടുണ്ട്, ഗ്രൂപ്പിലും ആക്റ്റീവ് ആണല്ലോ. അപ്പോ ആള് ഇവിടെയൊക്കെ തന്നെ ഉണ്ട്, അടുത്ത് തന്നെ വരും, തിരിച്ചു വരും. എനിവേ നമുക്ക് ആദ്യം ഈ മാച്ചിന്റെ എന്താണ് ഫീൽ ചെയ്ത്, മാച്ചിന്റെ റിസൾട്ട് ബേസ് ചെയ്തിട്ട് എന്താണ് ഓബിൻ? കുറെ പല ടീംസിനും ഹോപ്പ് ഉണ്ടാക്കുന്നതും ചിലർക്ക് ഹോപ്പ് ഇല്ലാണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു മാച്ച് ആയിരുന്നു നമ്മളിപ്പം. നമ്മളെ സംബന്ധിച്ചോളം നമ്മളെ ഹോപ്പ് കെടുത്താനുള്ളതും, സിറ്റിനെ സംബന്ധിച്ചോളം നമ്മളെയും ആർസണലിനെയും സംബന്ധിച്ചോളം ഹോപ്പ് കെടുത്തുന്നതും. സിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ ഈവൻ സണ്ടർലാൻഡ്, ബ്രെൻഫേർഡ്, എവേർട്ടൺ ഈ ടീമുകൾക്ക് ഒരു യൂറോപ്യൻ ഹോപ്പ് വീണ്ടും കൊടുക്കാവുന്ന ഒരു റിസൾട്ടാണ് നമ്മൾ കാഴ്ചവെച്ചത്. ഫസ്റ്റ് ഹാഫ് ഒരു ആർസണൽ ഗെയിം ഫീൽ ഉണ്ടായിരുന്നു. ലിവർപൂൾ ആർസണൽ നമ്മള് ജാനുവരി ഫസ്റ്റ് വീക്കിൽ ഉണ്ടായിരുന്ന ഗെയിമില് ഏകദേശം അതുപോലെയായിരുന്നു ഈ ഒരു ഗെയിം. ഫസ്റ്റ് ഹാഫ് എൻറ്റയർലി സിറ്റി ഡോമിനേറ്റഡ്. സെക്കൻഡ് ഹാഫിൽ 2 ടീമും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്ത പോലെയായിരുന്നു. വി സ്റ്റാർട്ടഡ് റൈറ്റ്, ഒരു ചാൻസ് ഉണ്ടായിരുന്നു സെമന്യോന്, അതല്ലാതെ ബാക്കി എല്ലാത്തിനും നമ്മൾ കളിച്ചു. ആൻഡ് വി സ്കോർഡ് ഫസ്റ്റ്. ഇതുവരെ ഓക്കെ ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് അവര് ദേ ഹാഡ് എ ലോട്ട് ഓഫ് ചാൻസസ്. സെക്കൻഡ് ഹാഫ് വി ഹാഡ് എ ലോട്ട് ഓഫ് ചാൻസസ്. ഈക്വൽ വേ ദേ ഗെയിം വാസ് ഗോയിങ് ഓൺ. അത് കഴിഞ്ഞ് ഗോൾ അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടത് നമുക്ക് വലിയൊരു ഐഡിയ ഇല്ല. ഇനി സിറ്റ് ബാക്ക് ചെയ്യണോ അറ്റാക്ക് ചെയ്യണോ, ആർക്കും ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഇസ് റീസൺ. അതിപ്പോ ഈ ഒരു എന്താ പറയാ എൻറ്റയർ സീസൺ തന്നെ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. വിൽ ഹാവ് ടു സ്റ്റിൽ കീപ് റിപ്പീറ്റിംഗ് ഇറ്റ്. ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ കണ്ടു. വേറൊരു കാര്യം, ആർസണൽ ഫാൻസ് മൈറ്റ് നോട്ട് അഗ്രി വിത്ത് ഇറ്റ്, പക്ഷെ ഇതേ സാധനം നമുക്ക് ആർസണൽ ഗെയിമിലുണ്ടായിരുന്നു. ആർസണൽ 2 ഗെയിമും സോബോസ്ലൈഡ് ഫ്രീ കിക്ക് അടിച്ച ജയിച്ച കളി 1-0 ആയാലും അതും അറൌണ്ട് 75-80th മിനിറ്റ് ആയിരുന്നു ആ ഫ്രീ കിക്ക്. 83rd മിനിറ്റ് ഇഫ് ഐ ആം റൈറ്റ്. അതുപോലെ തന്നെയാണ് സിറ്റി ഗെയിമും. ലേറ്റ് ഇൻ സെക്കൻഡ് ഹാഫ് ആണ് നമ്മൾ ആ ഫ്രീ കിക്ക് എടുക്കുന്നത്. ഒരു മെന്റാലിറ്റി ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ആർസണൽ ആ ഫസ്റ്റ് ഗെയിം ആണെന്നുണ്ടെങ്കിലും അവര് അവസാനത്തെ 96th മിനിറ്റ് ഒരു ഹെഡർ എങ്ങാനായിരുന്നു നമുക്ക് പിന്നെ അവർക്കൊരു ചാൻസ് എന്ന് പറയാനുണ്ടായിരുന്നത്. അതുപോലെ തന്നെ 0-0 ഗെയിം ആണെന്നുണ്ടെങ്കിലും സെക്കൻഡ് ഹാഫ് വി മോർ ഓർ ലെസ് ഡോമിനേറ്റഡ്. അവസാനത്തെ ഒരു 5-6 മിനിറ്റ് ഒഴികെ. ദാറ്റ് ഷോസ് വേർ ആർസണൽ ഈസ്. പക്ഷെ
സിറ്റി വെൻ ദേ ഹാഡ് ട്രെയിൽഡ്, അവർ ആ ഒരു ചാമ്പ്യൻ മെന്റാലിറ്റി കാണിച്ചു. ട്രെയിലിംഗ് 1 goal, നമുക്ക് ഇനിയും പറ്റും, ലെറ്റ്സ് ഗോ ആൻഡ് അറ്റാക്ക്. ഒരു പെനാൾട്ടി കിട്ടി, അവിടെ നിന്ന് അവര് അതേ കണ്ടന്റ്, ഇനിയും പോയി നോക്കാം, ഇനിയും എന്തെങ്കിലും കിട്ടും. ആ ഒരു പ്രഷർ അവർക്ക് കൺസിസ്റ്റന്റ്ലി തരാൻ പറ്റിയത് ലാസ്റ്റ് 20 മിനിറ്റ്സിൽ. അതും പിന്നെ നമ്മളുടെ ഫോം ഇല്ലായ്മ, കോൺഫിഡൻസ് ഇല്ലായ്മ, പ്ലേയേഴ്സിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയായ്മ, സ്ലോട്ട് എന്താ ചെയ്യുന്നത്, സ്ലോട്ടിനും അറിയുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് ഈ സമയത്ത്. സോ എല്ലാം കൂടി ആകുമ്പോൾ സിറ്റി വിൻ കംഫർട്ടബിളി. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് അവരെ ആവശ്യമില്ലാണ്ട് ഒരു റെഡ് കാർഡും കിട്ടി. ഇൻഫോം പ്ലെയർ മേ ബി ബെസ്റ്റ് ഇൻ ദ ടീം, സപ്പോസ് ലൈക്ക് അടുത്ത ഒരു കളി കളിക്കാനുമില്ല, മച്ചറിയുടെ റെസ്റ്റ് എന്ന് പറയാം. പക്ഷെ ഓൾ ഇൻ ഓൾ ഹോപ്സ് ആർ സ്ലിം. അടുത്ത കളി സണ്ടർലാൻഡ് ആണ്. അത് പൊട്ടിയാൽ there is a chance that we might end up at 9th. Top 4 പോട്ടെ, അത് കഴിഞ്ഞോട് we might even end up below Everton. So അങ്ങനെ കുറെ സംഭവ വികാസങ്ങൾ നടക്കാനുണ്ട് 2 ആഴ്ച കൊണ്ട്. എന്താ ഗണേശ, ടോപ്പ് 4 ഒക്കെ പോയോ? ടോപ്പ് 4ഓ ടോപ്പ് 5 കിട്ടിയാലും ചാമ്പ്യൻസ് ലീഗ് കയറാൻ പറ്റുന്നു. എന്താണ് ഫീൽ ചെയ്യുന്നത്? ഞാൻ അന്നേ പറഞ്ഞു നമുക്ക് ടോപ്പ് 4 ഇല്ലാന്ന്. നിങ്ങളെല്ലാരും ടോപ്പ് 3 ടോപ്പ് 2 എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഞാൻ ടോപ്പ് 4 ഇല്ല. ഞാൻ അന്നേ പറഞ്ഞു. പക്ഷെ ലൈനപ്പ് വന്നപ്പോ ഐ തോട്ട് നമ്മള് ഡോമിനേറ്റ് ചെയ്യുന്നു വിചാരിച്ചു. കാരണം വെച്ച് കഴിഞ്ഞാൽ ബെർണാഡോ സിൽവയും റോഡ്രിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ഹോൾഡിംഗ് മിഡായിട്ട്. സോ നമ്മുടെ മറ്റേ മെക്കാലിസ്റ്ററും ഗ്രാവൻബർച്ചൊക്കെ ഉള്ളപ്പോ നമ്മൾ ഡോമിനേറ്റ് ചെയ്യുന്നുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു ഓൺ ദ പേപ്പർ. അപ്പോ കളി ആകെ മാറി. ഫസ്റ്റ് ഹാഫിൽ മൊത്തം അവര് ഡോമിനേറ്റ് ചെയ്തു, പൊസിഷൻ കൺട്രോൾ ചെയ്തു. നമ്മൾ എന്താണ് ചെയ്യണമെന്ന് അറിയാതെ ഉള്ള ആൾക്കാരെ വെച്ച് എല്ലാരും ഡിഫെൻഡ് ചെയ്തു. സാര ഡിഫെൻഡ് ചെയ്തു, ഇപ്പൊ ഗാക്പോ ഡിഫെൻഡ് ചെയ്തു. എല്ലാരും അവരെ കൊണ്ടാവുന്നത് എല്ലാം ചെയ്തിട്ടുണ്ട്. അത് ഗോള് വരുന്നത് തടുത്തു നിർത്തിയെന്ന് മാത്രം. നമ്മള് അങ്ങോട്ട് ഒരു ത്രെട്ട് കൊടുത്തിട്ടില്ല. പക്ഷെ സെക്കൻഡ് ഹാഫില് അത് കാണാൻ കഴിഞ്ഞു. നല്ലൊരു വൺ ടച്ച് പാസിങ്ങിലുള്ള ഒരു നമ്മള് മുമ്പത്തെ എന്താ പറയാ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ അറ്റാക്ക് ചെയ്യുന്ന പോലെ അലിസന്റെ ഒരു ലോങ് കിക്ക്, അത് പെട്ടെന്ന് ഒരാൾ എടുക്കുന്നു. ആ ഒരു പഴയൊരു ശൈലി, കൗണ്ടർ ശൈലി കണ്ടിരുന്നു. വോൾസ് ഫിനിഷിങ് ഇഷ്യൂ ആയിരുന്നു. വേർഡ്സിന് ഒരു ചാൻസ് കിട്ടി, അതുപോലെ മറ്റേ കിറ്റീക്കിന് ഒരു ചാൻസ് കിട്ടി, സാല കൊടുത്ത ത്രൂ ബോൾ ഹെഡ് ചെയ്തത്. അങ്ങനെ കുറെ ചാൻസസ് ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് വെൻ പറയുകയാണെങ്കിൽ റെഫറീസിന്റെ കുറച്ച് ഡിസിഷൻസ് മോശമായിരുന്നു. സോ അതും കൂടെ ഫേവറബിൾ ആയിരുന്നെങ്കിൽ നമുക്ക് ജയിക്കാൻ പറ്റിയ ഒരു കളിയായിരുന്നു. അത് റെഫറീ ഡിസിഷൻ പോട്ടെ, നമുക്ക് കിട്ടിയ ചാൻസ് അടിച്ചിരുന്നെങ്കിൽ അത് ജയിക്കേണ്ട ഒരു കളിയായിരുന്നു. പക്ഷെ ആ ഒരു ഫൈനൽ തേർഡിനുള്ള ഫിനിഷിങ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കിറ്റിക്ക് കുഡ് ഹാവ് ഡൺ ബെറ്റർ. ആ ഒരു സാല കൊടുത്ത ബോള് ഗോളടിക്കാൻ പറ്റിയ ബോളായിരുന്നു. പക്ഷെ അത് സാലയ്ക്ക് കൊടുക്കുന്നതിന് മുന്നേ വേർഡ്സ് ഈ സൈഡിൽ ഫ്രീ ആയിരുന്നു. ആ ഒരു ഓപ്ഷൻ മാറിയെടുത്തു. പക്ഷെ സാല മര്യാദയ്ക്ക് അത് കൺവേർട്ട് ചെയ്ത് കൊടുത്തു. അതിപ്പോ ഗോളടിക്കേണ്ട കിറ്റിക്കയുടെ ഒരു ധർമ്മമാണ്. ഇല്ലെങ്കിൽ വേർഡ്സ് ആയിരുന്നു ഫ്രീ. വേർഡ്സിന് ഡയറക്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷൻ ആയിരുന്നു. അപ്പോ അത് കൊടുത്തില്ല. അതൊരു ചെറിയൊരു വിഷമുണ്ട്. അതിപ്പോ കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് ജയിക്കാൻ പറ്റിയതായിരുന്നു ആ കളി എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫ് നോക്കുമ്പോൾ കൈൻഡ് ഓഫ് സംവെയർ വി ഹാവ് ഇംപ്രൂവ്ഡ് എന്ന് തോന്നി. അത് വെച്ച് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു, എനിക്ക് തോറ്റയിൽ അങ്ങനെ സങ്കടമില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് മേ ബി ബാക്കി ആ ഒരു തോൽക്കും എന്നുള്ളൊരു മെന്റാലിറ്റിയിൽ കണ്ട ഒരു ആൾക്കൂട്ടത്തിൽ ഒരാളായത് കൊണ്ടാവാം മേ ബി. അതുകൊണ്ട് അങ്ങനെ ഒരു തോട്ടുണ്ട്. പക്ഷെ ഇതിപ്പോ സിറ്റി ജയിച്ചതുകൊണ്ട് പണി അർസനലിനാണ്. സോ അവര് വിചാരിച്ചു ആൻഫീൽഡ് ആണ് നമ്മൾ തോൽപ്പിക്കും എന്നൊക്കെ ഒരു കരുതിയിട്ടാണ് അവര് നമ്മുടെ പുറകെ നിന്നത്. പക്ഷെ നമ്മള് കാലി വാരി, ഒന്നും പറയാൻ പറ്റില്ല. അപ്പോ കളി കുഴപ്പമില്ല. ഐ എം കൈൻഡ് ഓഫ് ഹാപ്പി വിത്ത് സെക്കൻഡ് ഹാഫ് പെർഫോമൻസ്. സോ അതുകൊണ്ട് നമുക്ക് അടുത്ത കളി നോക്കാം. ടോപ്പ് 4 ഒന്നും നോക്കിയാൽ വേണ്ട. ഞാൻ അന്ന് തന്നെ പറഞ്ഞു യൂറോപ്പ എങ്ങനെയെങ്കിലും കിട്ടിയാൽ സൗകര്യമായി.
അത്രേ ഉള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ചാമ്പ്യൻസ് ലീഗിൽ എന്തെങ്കിലുമൊക്കെ ഒരു മറിമാ, ഇറ്റ്സ് ലൈക്ക് സിംഗിൾ ഗെയിം അറ്റ് എ ടൈം. സോ ടോർണമെന്റ് ആണ്, ടോർണമെന്റ് ലക്ക് വേറെയാണ്, കപ്പ് ലക്ക് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. സോ ടോർണമെന്റിൽ എങ്ങനെയാണ് സ്ലോട്ട് കളിക്കുന്നത് നോക്കാം. നമ്മളിപ്പോ ഈ ചെറിയ ഇൻഡിവിജ്വൽ പെർഫോമൻസിന്റെ കാര്യം പറഞ്ഞല്ലോ, നമ്മള് സുബോസ്ലായിരുന്നു മാച്ചിൽ നിറഞ്ഞു നിന്നിരുന്നില്ല, എല്ലാത്തിലും കീ ആയിട്ടൊരാള്, കിഡിലൻ ഒരു ഗോള്. അതുപോലെ അതിനുശേഷം ആ ഒരു ഞാനിപ്പോ ഗ്രൂപ്പിൽ പറഞ്ഞ ഒരു കാര്യം, നമ്മുടെ ഗോളുകൾ വീണത് ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് എന്ന് വന്ന ഗോളുകളായിരുന്നു. അതായത് ഇപ്പോ സുബോസ്ലെ റൈറ്റ് ബാക്ക് കളിക്കുന്ന ആളല്ല, നമുക്ക് പറയാൻ പറ്റില്ല, കുറ്റം പറയാൻ പറ്റില്ല. അങ്ങനെ സ്ഥിരമായിട്ട് അവിടെ റൈറ്റ് ബാക്ക് കളിക്കുമ്പോൾ ഓഫ് സൈഡ് ലൈൻ കീപ്പ് ചെയ്ത് കളിക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ സുബോസ്ലൈഡ് ആ ഗോള് വന്നപ്പോ, സിറ്റി ഗോൾ അടിച്ചപ്പോ തന്നെയുള്ള റിയാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ ആൾക്ക് മനസ്സിലായി ആൾക്ക് ഒരു പ്രശ്നം പറ്റിയതാണെന്നുള്ളത് അപ്പൊ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു ആളുടെ റിയാക്ഷൻ. അവിടെ ആള് കാരണം ഗോള് വീണു എന്നുള്ള കുറ്റബോധമൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞിട്ട് ഉള്ള ചില ഷൂട്ട് ചെയ്യാൻ നോക്കലും ഒക്കെ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പോലെ തോന്നുന്നു. എന്റെ ഞാൻ പറഞ്ഞത് ആ മിസ്റ്റേക്ക് അതൊരു ഇൻഡിവിജ്വൽ ഇതിൽ വന്ന ഒരു സാധനം മാത്രമാണ്. അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് ഡിഫെൻഡ് ചെയ്തിരുന്നു. ഇപ്പൊ ഫസ്റ്റ് ഹാഫില് ഞാൻ പറഞ്ഞ പോലെ, ഇപ്പൊ ഗണേഷ് പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫില് സിറ്റി ഒരുപാട് അറ്റാക്ക് ചെയ്തു. നമ്മൾ ഇതിനു മുമ്പ് ചില മാച്ചുകളിൽ കണ്ടതാണ്. ഈ ഫസ്റ്റ് ഹാഫില് ന്യൂ കാസലിനെതിരെ അവര് ഫസ്റ്റ് ഹാഫില് ഒരു 20-25 മിനിറ്റ് ഭയങ്കര ഡോമിനേറ്റിംഗ് ആയിട്ട് നമ്മുടെ ബോക്സിൽ നിരന്തരം സെറ്റ് പീസ്, കോർണറുകളും അല്ലെങ്കിൽ ലോങ് ബോൾസ് ഒക്കെ ചെയ്തത്. പക്ഷെ നമ്മൾ നന്നായിട്ട് ഡിഫെൻഡ് ചെയ്തു. ഇതുപോലെ സിറ്റി വേറെ സ്റ്റൈലിൽ അറ്റാക്ക് ചെയ്തു. നമുക്ക് ഈ ഫസ്റ്റ് ഹാഫില് ഒരുപാട് സമയം അവര് ഹൈ ഇന്റൻസിറ്റിയിൽ അറ്റാക്ക് ചെയ്യുകയും, പക്ഷെ അതൊക്കെ നമ്മൾ നന്നായിട്ട് ഡിഫെൻഡ് ചെയ്തു. എനിക്ക് അതിൽ ഇൻഡിവിജ്വൽ പെർഫോമൻസ് കുറച്ച് നോട്ട് ചെയ്യാനുള്ള ഒന്ന് സുബോസ്ലൈയുടെ പെർഫോമൻസ്. സുബോസ്ലൈ ഇത് ഒരു ചെറിയ മിസ്റ്റേക്ക് വരുത്തിയെങ്കിലും പക്ഷെ സുബോസ്ലൈ നല്ല കിഡിലൻ പെർഫോമൻസ്, ഡിഫെൻസീവിലായാലും ആളുടെ പൊസിഷനിലൊക്കെ നന്നായിട്ട് കളിച്ചു. പിന്നെ കെർക്കസ് നമ്മള് സ്റ്റാർട്ട് ചെയ്ത സമയത്തെ പോലെയല്ല. കെർക്കസ് ഭയങ്കര രസമായിട്ട് ആ തുടക്കം തന്നെ ഹാലൻഡിന് ഒരു ചാൻസ് കിട്ടിയതൊക്കെ പെട്ടെന്ന് ഇന്റർവ്യൂ ചെയ്ത് പന്ത് മാറ്റിയത് ഉൾപ്പെടെ മാച്ചിൽ ഒരുപാട് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു. അതുപോലെ എക്കിറ്റിക്ക് നല്ല പൊസിഷനിലെത്തി, ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല, അതാണ് പറ്റിയത്. നല്ല ചാൻസുകൾ കിട്ടിയതാണ്, അത് ഫിനിഷ് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ആ അത്രയും ചാൻസ് ക്രിയേറ്റ് ചെയ്തതിൽ ആ ഗോള് വീണിരുന്നെങ്കിൽ ഇങ്ങനെ വരില്ലായിരുന്നു, ഈ പ്രശ്നങ്ങളിലേക്ക് പോയില്ലായിരുന്നു. അവർക്ക് സിറ്റിക്ക് ഒരു ചാൻസ് കിട്ടില്ലായിരുന്നു തിരിച്ചു വരാനുള്ളത്. അതുപോലെ മെക്കലിസ്റ്റർ ഇന്നലെ ഇത്തിരി, ഞാൻ കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞു, ക്രിസ് തന്നെയാണ് പറഞ്ഞത്, മെക്കലിസ്റ്റർ നന്നായിട്ട് കളിക്കുമ്പോൾ നമ്മുടെ ടീം, അത് ഗണേശ് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞ് കോട്ട് ചെയ്ത് ക്രിസ്, മെക്കലിസ്റ്റർ നന്നായാൽ നമ്മുടെ മിഡ്ഫീൽഡ് നന്നാവും. പക്ഷെ മെക്കലിസ്റ്റർ ഇന്നലെ ഇത്തിരി താഴെയായിരുന്നു വേണ്ട സാധാരണ പെർഫോമൻസ്, അതൊന്ന് താഴെ പോയി. പിന്നെ VVD അത്യാവശ്യം തിരക്കില്ലാതെ കൊണാട്ടയും ഒക്കെ ഫ്രണ്ട് ഫുട്ട് നല്ല ഡിഫെൻസീവ് ഒക്കെ നന്നായിട്ട് ചെയ്തിരുന്നു. പിന്നെ ഒരു ഇത് വന്നത് ആലിസന്റെ ഇതാണ്, അതും ആ പെനാൽറ്റി, അതും ഒരു ഇൻഡിവിജ്വൽ മിസ്റ്റേക്ക് എന്ന് വന്ന ഒരു ഇതാണ്. അങ്ങനെയാണ് അവർക്ക് ഗോൾ വന്നത്, അല്ലാണ്ട് അവർ പ്രോപ്പർ ഒരു പ്ലേയിലൂടെ അങ്ങനെ വന്ന് ഗോൾ അടിക്കാൻ അവർക്ക് ചാൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ആലിസൺ നന്നായിട്ട് സേവ് ചെയ്യുകയും ചെയ്തു. ആലിസന്റെ നല്ല പെർഫോമൻസ് ആയിരുന്നു. അപ്പൊ ഒരു ചെറിയ മൊമെന്റിൽ ഒരു ചെറിയ കാര്യം വന്നതാണ് പ്രശ്നമായത്. അപ്പൊ മൊത്തത്തിൽ എനിക്ക് തോന്നുന്നത് പിന്നെയുള്ള പ്രശ്നം ഗാക്പോന്റെ പെർഫോമൻസും ഈ പറഞ്ഞ മെക്കാലിസ്റ്ററിന്റെ പോലെ ഭയങ്കര ഡൗൺ ആകും. ഗാക്പോ സാധാരണ കട്ടിൻ ചെയ്തിട്ട് ഷൂട്ട് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്, ഇതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. കട്ടിൻ ചെയ്യണ്ടായിരുന്നു, അതുകൊണ്ടൊന്നും റിസൾട്ട് ഉണ്ടായില്ല. അതുപോലെ കെർക്കസിന് എപ്പോഴും പാസ് ഇട്ട് കൊടുക്കാൻ മടിയുണ്ട്, അതും നമ്മൾ പലപ്പോഴും കണ്ടു. അങ്ങനെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് നോക്കുമ്പോൾ അങ്ങനെ കുറച്ച് ഒരു ഇൻകൺസിസ്റ്റൻസി വന്നു. പക്ഷെ നല്ല ഇൻഡിവിജ്വൽ പെർഫോമൻസുകൾ കാരണം കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ 1-0 ലീഡ് എടുക്കുന്നവരെ നന്നായിട്ട് കളിച്ചത്. എന്താണ് ഒബിൻ മാച്ച് മുഴുവൻ കണ്ടാണല്ലോ, ഒബിൻ എന്താ പെർഫോമൻസ് ആയിട്ട്? കാരണം ഞാൻ വേറെ ഒന്നുമല്ല ചോദിക്കാൻ കാര്യം, ഇപ്പോ ചില ഡിസ്കഷൻ നടക്കുന്നുണ്ട്, സ്ലോട്ടിന്റെ ഒരു ഇത് കാരണമല്ല നമ്മള് മാച്ച് നന്നായിട്ട് പെർഫോം ചെയ്യണേ, ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസുകൾ അവർ സ്ലോട്ട് പറയണേക്കാണ്ട് ഇൻഡിവിജ്വൽ ആയിട്ട് അവർ നന്നായിട്ട് പെർഫോം ചെയ്യണ കാരണമാണ് നമ്മള് നല്ല പെർഫോമൻസ് നടത്തണേ എന്നുള്ളൊരു കാഴ്ചപ്പാടൊക്കെ കാണുന്നുണ്ട്. എന്താ അതില് ഫീൽ ചെയ്യണത്? എന്താണ് ഇന്നലെ പെർഫോമൻസുകളൊക്കെ വെച്ചിട്ട്? ആ പറഞ്ഞതിനോട് വലിയൊരു യോജിപ്പ് എനിക്കില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇത് ഈ ഒരു ടോപ്പിക്കിൽ വരികയാണെന്നുണ്ടെങ്കിൽ പലരും പറഞ്ഞിട്ടുണ്ട് ക്ലോപ്പിന്റെ ടീം
ഉള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യം ലീഗ് ജയിച്ചത്, ഇപ്രാവശ്യമാണ് സ്ലോട്ടിന്റെ ടീം ആയതാണ് നമ്മളിങ്ങനെ കളിക്കുന്നത് എന്നുള്ളത്. അതിനോട് വലിയൊരു യോജിപ്പ് എനിക്കില്ല. എന്ന് വെച്ചിട്ട് സ്ലോട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത്, അതുകൊണ്ട് സ്ലോട്ട് ഇപ്രാവശ്യം പ്ലേയേഴ്സ് ആണ് മോശം എന്നതുമില്ല. അത് രണ്ടും ഒരു ചേഞ്ച് വരുമ്പോൾ ഉള്ള ഒരു ഡ്രോപ്പ് എന്നുള്ളത് തന്നെയാണ്. അപ്പം അതില് റിസൾട്ട് ഫോക്കസ് ചെയ്യണോ പെർഫോമൻസ് ഫോക്കസ് ചെയ്യണോ എന്നുള്ള ഒരു ഡൗട്ട്. അപ്പം നമ്മൾ ആദ്യത്തെ ഒരു 5-6 കളി നോക്കുകയാണെന്നുണ്ടെങ്കിലും റിസൾട്ട് ഫോക്കസ്ഡ് ആയിരുന്നു. നമ്മളെ പെർഫോമൻസ് നമ്മൾ കാര്യമായിട്ടൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. എക്സാക്ട്ലി നമ്മൾ എങ്ങനെയെങ്കിലും റിസൾട്ട് ഉണ്ടാക്കുക, ലോങ് ടേം പ്ലാൻ എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഒരു 5-6 കളി തോറ്റപ്പം കോച്ചിന്റെ മേലെ പ്രഷർ വന്നു. അപ്പൊ അതിനുശേഷം റിസൾട്ട് എങ്ങനെയെങ്കിലും കിട്ടണം, ബേസിക്കലി തോൽവി ഇല്ലാണ്ട് മുന്നോട്ട് പോകണം. അതും ഇതും എന്നൊക്കെ പറയുമ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ പ്ലേയേഴ്സിന് ഒരു എക്സാക്ട് പാത്ത് ഇല്ല മുന്നോട്ട് പോകാൻ. അവർക്ക് പ്രസന്റ് റിസൾട്ട് മാറ്റേഴ്സ് വൈൽ ഫ്യൂച്ചർ പ്ലേയിങ് സ്റ്റൈൽ ഓൾസോ മാറ്റേഴ്സ്. അപ്പൊ ഇടയ്ക്ക് എങ്ങനെയെങ്കിലും റിസൾട്ട് ഡ്രോ വാങ്ങുക ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ജയിക്കുക എന്നുള്ളതും നോക്കും. ഇടയ്ക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കണം എന്നുള്ള ടാക്ടിക്സുമായിട്ട് വരുമ്പോൾ എല്ലാവർക്കും ഉള്ള കൺഫ്യൂഷൻ തന്നെയാണ്. പല സമയത്തും പല കളികളിലും നമ്മൾ കണ്ടിട്ടുണ്ട് പ്ലേയേഴ്സ് ഫ്രണ്ട് ഫൂട്ടിൽ ഉണ്ടാവും, ബാക്ക് ഫൂട്ടിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി എന്ത് ചെയ്യണമെന്ന് സ്ലോട്ടിനോട് ചോദിക്കുന്നു, സ്ലോട്ട് എന്തെങ്കിലും പറയുന്നു. അതുപോലെ തന്നെ ഫ്രണ്ട് ഫൂട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗെയിം പെട്ടെന്ന് ഒരു 5 മിനിറ്റ് 6 മിനിറ്റിന്റെ ഗ്യാപ്പിൽ എൻറ്റയർലി തിരിയുന്നു. സോ ആ ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും ഉണ്ട്. അത് ദാറ്റ്സ് മോർ ഓൺ സ്ലോട്ട് ആക്ച്വലി പ്ലേയേഴ്സിനെ വേണ്ടി കൂടുതൽ. കാരണം ഒന്നെങ്കിൽ ഈ സീസൺ മുഴുവൻ നമ്മൾ റിസൾട്ടിൽ ഉറച്ചു നിൽക്കുക, അല്ലെങ്കിൽ ഒരു ടോപ്പ് 4 ആണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ടോപ്പ് 4 അറ്റൈൻ ചെയ്യുന്നവരെ പെർഫോമൻസിനെ നോക്കാണ്ട് റിസൾട്ട് മാത്രം കൺസിഡർ ചെയ്ത് അടുപ്പിച്ച് ഒരു 5-6 കളി ജയിക്കണമായിരുന്നു. ആ ഒരു ടോപ്പ് 4 ടോപ്പ് 3 സെറ്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞിട്ട് വി കുഡ് ഹാവ് ചേഞ്ച്ഡ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ വി ആർ നൈദർ ദർ നോർ ഹിയർ എന്നുള്ള അവസ്ഥയാണ്. പെർഫോമൻസും ഇംപ്രൂവ് ആവുന്നില്ല. കാരണം എല്ലാ കളിയിലും ഇപ്പൊ ഗണേശ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെക്കൻഡ് ഹാഫ് ഇറ്റ് ലുക്ക് ലൈക്ക് വി ഇംപ്രൂവ്ഡ്. ഇതേ സ്റ്റേറ്റ്മെന്റ് നമ്മളിപ്പോ എത്രയോ കളികളിലായി പറയുന്നു. ആർസണൽ ഗെയിം നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഹാഫ് വാസ് ബാഡ്, സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫ് എന്താ വെച്ചാൽ നമ്മള് വി ആർ ട്രൈങ് നോട്ട് ടു കൺസീഡ്. എങ്ങനെയും പ്രഷർ സോക്കപ്പ് ചെയ്യുക, കൺസീഡ് ചെയ്യാണ്ടിരിക്കുക, എന്നിട്ട് സെക്കൻഡ് ഹാഫ് നമ്മളൊരു നല്ലൊരു നമ്മളെ പെർഫോമൻസ് ലെവലിലേക്ക് വരിക, എങ്ങനെയെങ്കിലും ഗോൾ അടിക്കുക, അത് കഴിഞ്ഞ് വീണ്ടും ബാക്കോട്ട് പോയിട്ട് റിസൾട്ട് എങ്ങനെയെങ്കിലും ഒപ്പിക്കുക. ഇത് നമ്മൾ പല കളികളിലായിട്ട് ഈ 2026 അല്ലെങ്കിൽ ഡിസംബർ ലാസ്റ്റ് മുതൽ അങ്ങോട്ട് പല കളികളിലായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഒരു ഗെയിമിൽ തന്നെ വി ആർ ട്രൈങ് 2 ഡിഫറെന്റ് തിങ്സ്. ഇത് എങ്ങനെ പോയാലും ആസ് എ പ്ലെയർ അവർ കൺഫ്യൂസ് ആവും. കുറച്ച് കഴിഞ്ഞാൽ ഇവർ വരുന്ന പ്ലേയേഴ്സ് ആണ്, സബ്ബായിട്ട് വരുന്ന പ്ലേയേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഞാൻ ഏത് മോഡിലാണ് കളിക്കേണ്ടതെന്ന് അവർക്ക് അറിയുന്നില്ല. സോ ദാറ്റ് ഈസ് ബേസിക്കലി ഓൺ സ്ലോട്ട്. ഒന്നെങ്കിൽ ഇൻസ്ട്രക്ഷൻ ക്ലിയർ ആവണം, അല്ലാണ്ട് പ്ലേയേഴ്സിന് പെട്ടെന്ന് ഒരു ദിവസം എല്ലാം മറന്നു എന്ന് പറയാനൊന്നും പറ്റൂല. സ്ലോട്ടും എല്ലാം മറന്നു, കോച്ചിങ് എന്താ ടാക്ടിക്സ് എന്താണെന്ന് മറന്നു എന്ന് പറയാം. കഴിഞ്ഞ വർഷം ഫുൾഹാം ഗെയിം ഫോർ എക്സാമ്പിൾ, ഒരു ഡിഫൻഡറിന് റെഡ് കാർഡ് കിട്ടിയാൽ the very next move of 99% of മാനേജർ എന്താ വെച്ചാൽ ഒരു ഫോർവേഡിന്റെ അടുത്ത് വലിക്കുക, ഡിഫൻഡർ തിരിച്ചിടുക. നമ്മളത് ചെയ്തില്ല. നമ്മൾ ഇൻ ഗെയിം മാനേജ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. കാരണം നമ്മുടെ പെർഫോമൻസ് ആ സമയത്ത് നല്ലതായിരുന്നു, റിസൾട്ടും നല്ലതായിരുന്നു. സോ ആ സമയത്ത് എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റും. എക്സ്പെരിമെന്റ് പോലെ ഒരു എന്താ പറയുക കറേജിയസ് ബോൾഡ് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നുണ്ട്. റൈറ്റ് നൗ നമുക്കത് ഇല്ല. റെഡ് കാർഡ് പോട്ടെ, നമ്മൾ നോർമൽ 11 vs 11 കളിക്കുമ്പോൾ തന്നെ ഓക്കെ സംതിങ് ഇസ് നോട്ട് വർക്കിംഗ്, ലെറ്റ് മീ ചേഞ്ച് എന്ന് പറയാൻ അല്ലെങ്കിൽ എന്ന് ചെയ്യാൻ സ്ലോട്ടിനും അത് ഉൾക്കൊണ്ട് കളിക്കാൻ പ്ലേയേഴ്സിനും പറ്റുന്നില്ല ഇപ്പം. ഓക്കെ, അപ്പോ ഗണേശിക്ക് വന്നു കഴിയുമ്പോൾ ഗണേശിനോട് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അതും കൂടി ചേർത്ത് പറയാനല്ലേ. ഇപ്പോ സ്ലോട്ട് ഈ മാച്ച് കഴിഞ്ഞിട്ട് പോസ്റ്റ് മാച്ച് ഇന്റർവ്യൂല് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നമ്മുടെ റിസൾട്ട് അല്ലെങ്കിൽ റിസൾട്ട് അല്ല, പെർഫോമൻസ് നമ്മൾ 4 മാസം മുമ്പുള്ള പോലെയല്ല ഇപ്പോഴത്തെ പെർഫോമൻസ്. നമ്മുടെ പെർഫോമൻസ് നല്ലോണം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അത് പലരും അഗ്രി ചെയ്യുന്നില്ല. എന്തോ 20 മാച്ചില് 24 പോയിന്റ്സ് ആണ് നമ്മൾ കഴിഞ്ഞ ഇതിൽ എടുത്തേക്കണേ എന്നുള്ളതൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതില് ഈ 4 മാസം മുമ്പത്തെ അതും കൂടി കയറി വരുന്ന ഒരു ഇതാണ്. അപ്പോ നമ്മൾ അത് കഴിഞ്ഞൊരു അൺബീറ്റൺ റൺ എന്ന് പറഞ്ഞ ഡ്രോസ് കൂടുതലുള്ള അല്ലെങ്കിൽ ഒരുപാട് ഡ്രോസ് ഉള്ള ഒരു അൺബീറ്റൺ റണ്ണൊക്കെ കഴിഞ്ഞു വന്നു. അപ്പോ എന്നാലും ഞാൻ പറയാ റിസൾട്ട്സ് അവിടെ ഉണ്ടായിട്ടില്ല. റിസൾട്ട്സ് ഉണ്ടായെങ്കിൽ ഡ്രോ വിൻസ് ആയി മാറിയനെ, ശരിയാണ്. അപ്പൊ ഞാൻ പറയുന്നത് പെർഫോമൻസ് എൻ്റയർലി കോൺസെൻട്രേറ്റ് ചെയ്ത്
ആ ഒരു 4 മാസം മുമ്പത്തെ പെർഫോമൻസ് ആണ് ഇപ്പോഴുള്ളത്. അതും ഈ ഇൻഡിവിജ്വൽ പെർഫോമൻസിന്റെ ഒരു ഇതും ഇതും കൂടി ചേർത്ത് എന്താണ് തോന്നുന്നത്? അത് നമ്മൾ നവംബർ മാസം ആ രീതിയിൽ എടുക്കുമ്പോ നമ്മൾ മുമ്പ് ഗ്രൂപ്പിൽ പറഞ്ഞ ഒരു ടേം ഉണ്ട്, ലൈക്ക് പ്ലേയേഴ്സ് ആർ റണ്ണിങ് ലൈക്ക് ഹെഡ്ലെസ് ചിക്കൻ എന്നൊക്കെ. അങ്ങനെ, അതായത് ഏത് ഡയറക്ഷനിലാ ഓടണം എന്നറിയാതെ, ആരെ മാർക്ക് ചെയ്യണം എന്നറിയാതെ, ഏത് പൊസിഷനിൽ പോയി നിൽക്കണം എന്നറിയാതെ, അങ്ങനെ കുറെ ഉണ്ടായിരുന്ന സിറ്റുവേഷനിൽ നിന്ന് നല്ലോണം മെച്ചപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ നമ്മൾ 100% പെർഫെക്ഷനിലൊന്നും എത്തിയിട്ടില്ല. പക്ഷെ ഇവിടെ വൺ ടച്ച് പാസ് കളിച്ചാൽ ആ ടച്ച് ചെയ്യുമ്പോൾ ആ ഒരു പ്ലെയർ അവിടെ ഉണ്ടാവും എന്നുള്ളൊരു എന്താ പറയാ, ഒരു തോട്ട് ആ പ്ലെയർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എക്കിറ്റിക്ക് ഒരു വൺ ടച്ച് പാസ് കൊടുക്കുന്ന പറഞ്ഞാൽ എയ്തർ വേർഡ്സ് ഓർ ഗാക്പോ അവിടെ ഉണ്ടാവും എന്നുള്ളൊരു ഫീൽ ആ പ്ലെയറിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഫീല് മാത്രമല്ല, ആ ഒരു പ്ലെയർ അവിടെ ഉണ്ട്. അതായത് അപ്പോൾ നമുക്ക് ഇപ്പോ സുദീപ് പറഞ്ഞ, അല്ല മേ ബി സ്ലോട്ട് പറഞ്ഞ പോലെ എല്ലാ കളിയിലും PSG-യുടെ എന്താ പറയാ മറ്റേ റെഫറൻസ് കൊണ്ടുവരാറുണ്ട്. അപ്പൊ അവിടെ കളിക്കുന്ന ആ ഒരു വൺ ടച്ച് പാസിങ്ങും എന്താ പറയാ മറ്റേ പൊസിഷൻ ചേഞ്ചും എന്ന് പറയുന്ന ലൈൻ ചേഞ്ച് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മള് എന്താ പറയാ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ട്രൈ ചെയ്ത് ഓരോ ഗെയിമും ഇമ്പ്രൂവ് ആകുന്നുണ്ട്. നമ്മള് എന്താ പറയാ ഡിഫൻസിനെ കട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്. പക്ഷെ ഫിനിഷിങ് ഇല്ല എന്ന് മാത്രം. ചില കളി നമ്മള് അതാണ് കൺസിസ്റ്റൻസി ഇല്ലാത്തതാണ്. ഫിനിഷിങ്ങിൽ ചില കളി 4 ഗോൾ അടിക്കുന്നു, ചില കളി ഗോൾ അടിക്കാൻ തന്നെ ബുദ്ധിമുട്ടുക, ചാൻസ് ഉണ്ടാക്കിയിട്ടും കളി തോൽക്കുക, ആ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. മുമ്പാകുമ്പോ ചാൻസ് ക്രിയേഷൻ തന്നെ ഇല്ലായിരുന്നു. അപ്പൊ അതിനും ഭേദം കുറച്ച് ആൾക്കാർ കളി കാണാതെ ഇരുന്നിട്ടുണ്ട്. ഇത് കളി കണ്ടിട്ട് എന്ത് കാര്യം, നമ്മൾ 90 മിനിറ്റ്സ് നമ്മൾ ഡിഫെൻഡ് ചെയ്യാൻ പോകുന്ന കളി എന്തിനാ നമുക്ക് കാണണ്ടെന്ന് പറഞ്ഞ് കളി കാണാതിരുന്നുണ്ട്. അപ്പോ അത് വെച്ച് നോക്കുമ്പോൾ എത്രയോ ബെറ്റർ ആണ് ഇപ്പൊ കളിക്കുന്ന കളി. മേ ബി നമുക്കൊരു ഇൻഡിവിജ്വൽ പ്ലെയറിന് വേണമെങ്കിൽ കളി കാണാൻ പറ്റും, അല്ലെങ്കിൽ ലൈക് സം കൈൻഡ് ഓഫ് വൺ ടച്ച് പാസിംഗ് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇപ്പൊ കുഴപ്പമില്ല, ലൈക്ക് ആദ്യം ഡിഫൻസ് ആണ് നമ്മൾ ഏറ്റവും ബുദ്ധിമുട്ട്, എന്താ പറയാ തകരാറായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഡിഫൻസ് ഏകദേശം ഫിക്സ് ആയി. വാൻഡൈക്ക് മര്യാദ കളിക്കുന്നു, കർക്കസ് അടിപൊളിയായിട്ട് കളിക്കുന്നു. പിന്നെ ഓൾറെഡി സ്റ്റാർട്ടിങ് തന്നെ പറയാം ഇഞ്ചുറി കൺസേൺസ് ഉണ്ട്. സോ നമുക്ക് റൈറ്റ് ബാക്ക് എന്നുള്ള ഒരു സാധനം കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു പ്ലെയർ ഇതുവരെ കളിച്ചു തന്നിട്ടില്ല. ഇതർ സൊബോസലായി കളിക്കും, ഇല്ലെങ്കിൽ കേർട്ടിസ് ജോൺസ് ആയിരിക്കും, പിന്നെ ഫ്രിംപോങ് ഇടയ്ക്ക് വരും. ബ്രാഡ്ലി എന്തായാലും ഇനി ഒരു കൊല്ലം പോലും ഇല്ല. ഈ 2026ഉം മേ ബി 27 ആവുമെന്ന് അറിയില്ല. ആ ഒരു 1 ഇയർ മൊത്തം വൈപ്പ് ഔട്ട് ആണെന്നാണ് പറയുന്നത്. സോ അങ്ങനെ ഒരു റൈറ്റ് ബാക്ക് കൺസിസ്റ്റന്റ് ആയിട്ടില്ല. നമുക്ക് ജനുവരിയിലെ ചാൻസ് നമ്മൾ ഡെഡ് ലൈനെ നോക്കിയിരുന്നെങ്കിലും നമുക്ക് ആളെ സൈൻ ചെയ്യാൻ പറ്റിയില്ല. സോ ആ ഒരു ഇഷ്യൂ ഉണ്ട്. നമുക്ക് റൈറ്റ് ബാക്ക് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഒരാളില്ല. അതായത് റൈറ്റ് ബാക്ക് കളിക്കാൻ എറിഞ്ഞ ഒരാളുണ്ടെങ്കിൽ ആ ഒരു സുദീപ് പറഞ്ഞ പോലെ ഒരു ഓഫ് സൈഡ് ട്രാപ്പ് ഡിഫൻഡർ സെന്റർ ബാക്കിൽ നോക്കി സൊബോസലായി നിന്ന് കാണും. സോ നമ്മളൊരു പാർട്ട് ടൈം പ്ലെയറെയാണ് റൈറ്റ് ബാക്കിൽ കൊണ്ടുവന്ന് കളിപ്പിച്ചത്. സോ അതിനുള്ള ഒരു ഇഷ്യൂ ഉണ്ടാവും. സോ വി കനോട്ട് ബ്ലെയിം സൊബോസലായി ഫോർ ദാറ്റ്. സോ അതുകൊണ്ട് കളി പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ 4 months ദർ ഇസ് സംതിങ് ടു ടേക്ക്. എന്തായാലും ഒരു പീക്ക് ഉണ്ട് ഇംപ്രൂവ്മെന്റ്. അങ്ങനെ ഫീൽ ചെയ്യണ്ട പെർഫോമൻസ് വൈസ് ഡെഫിനറ്റ്ലി അതിലൊരു ഡൗട്ടും ഇല്ല. ബട്ട് അതിലെ യാർഡ് സ്റ്റിക്ക് എന്താണ് എന്നുള്ളതാണ്. സോ നമ്മൾ വൂൾസിന്റെ കളി പറയുന്നുണ്ട്, പറഞ്ഞിരുന്നു വൂൾസ് ദേ ആർ പ്ലേയിങ് വെൽ ഇൻ 2026. അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ 2025 അത്രയും മോശമായിരുന്നു, അതുകൊണ്ട് ദേ ആർ പ്ലേയിങ് വെൽ ഇൻ 26. അല്ലാണ്ട് വൂൾസ് ആർ പ്ലേയിങ് വെൽ എന്നുള്ളതല്ലോ. അപ്പൊ അതുപോലെയാണ് ഇപ്പൊ നമ്മളുടെ അവസ്ഥ. നമ്മളെ 2025-26 സീസൺ എന്ന് വെച്ച് നോക്കുമ്പോൾ അത് ഒരു ഡിസാസ്റ്റർ സീസൺ ആണ് ഇൻ ടേംസ് ഓഫ് പെർഫോമൻസ്. അത് വെച്ച് നോക്കുമ്പോൾ ലാസ്റ്റ് 4 months ഹാസ് ബീൻ ഗുഡ്. ബട്ട് ആ സൈൻസ് ഉണ്ട്, ദർ ഇസ് എ പ്രോഗ്രസ്. എന്താ പറയാ, റാൻഡംലി ഒരു 2-3 കളി നല്ലപോലെ തോന്നി എന്നുള്ളതല്ല, ദർ ഇസ് സൈൻ. നമ്മുടെ വേർഡ്സ് എക്കിറ്റിക്ക് ലിങ്കപ്പ് ആയാലും, സൊബോസ്ലായി, മെക്കാലിസ്റ്ററിന്റെ ഫോം, ഗ്രാവൻബർസിന്റെ ഫോം, ഈവൻ നേരത്തെ പറഞ്ഞ പോലെ കർക്കസ്, വാൻഡൈക്ക്, കൊനാട്ടെ, എവരിബഡി വാസ് ഡൂയിങ് വെൽ. സോ പ്രോഗ്രസീവ്ലി എല്ലാവരും ഒരുപോലെ ഇംപ്രൂവ് ആവുന്നുണ്ട് ഇൻ ടേംസ് ഓഫ് പെർഫോമൻസ്.
അതിന് ഒരു റീസൺ ചിലപ്പം ഈ അഗൈൻ പുതിയതും പഴയതും ആയ പ്ലേയേഴ്സും ലിങ്കപ്പ് ആവുന്നതായാലും പുതിയ ടാക്ടിക്സ് ആയാലും എന്ത് ഓഫ് ദ ഫീൽഡ് റീസൺസ് ആവാം, എല്ലാ റീസൺസും കൊണ്ട്. ബട്ട് ദേ ആർ നൗ സെറ്റിലിംഗ് ഇൻ. ഇനിയിപ്പോ ഉള്ളത് വെച്ചാൽ ഈ ഒരു നെക്സ്റ്റ് 13 കളിയും കുറച്ച് ചാമ്പ്യൻസ് ലീഗും FA കപ്പും ഉണ്ട്. നമ്മുടെ ഫോക്കസ് എന്താണ് എന്നറിഞ്ഞിട്ട് കളിക്കേണ്ടി വരും. കാരണം പ്രീമിയർ ലീഗ് ഇനി കംപ്ലീറ്റ്ലി നമ്മൾ നെക്സ്റ്റ് ഇയർ ടാക്ടിക്സിലേക്ക് മാറുന്നതാണോ, അതോ ടോപ്പ് 4 കിട്ടണം എന്ന് നിർബന്ധം പിടിച്ച് റിസൾട്ട് മാത്രം വെച്ച് കളിക്കണോ? അപ്പൊ അതിനനുസരിച്ചിരിക്കും ഇനിയുള്ള ഗെയിംസ്. അവസാനത്തെ നമ്മളെ ഫിക്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവസാനത്തെ 4 കളികൾ നമ്മളുടെ യൂറോപ്യൻ കോമ്പറ്റീഷൻ വെച്ചിട്ടാണ്. അതായത് ഏറ്റവും അവസാനത്തെ കളി ബ്രെൻഫോർഡ്, ഹു ഇസ് 3 points behind us. അതിന്റെ മുന്നേ ഉള്ളത് ആസ്റ്റൺ വില്ല, അതിന്റെ മുന്നേ ഉള്ളത് ചെൽസി, അതിന്റെ മുന്നേ ഉള്ളത് 34th ഗെയിം വീക്ക് എന്ന് പറയുന്നത് യുണൈറ്റഡ് ആണ്. സോ ടോപ്പ് 4, ടോപ്പ് 5, ടോപ്പ് 6, വിച്ച് എവർ ബാറ്റിൽ വി ആർ ഇൻ, ഈ അടുത്ത 10 കളി we have to, അതന്നെ, ഈ അടുത്ത 10 കളി we might need to win 8 of them. കാരണം ലാസ്റ്റിലേക്ക് വരുമ്പോൾ that all games would be 6-pointer games. അപ്പൊ അത് റിസ്ക് എടുക്കാണ്ട് അതിന് മുന്നേ ഉള്ള 10ൽ 8 കളിയെങ്കിലും 7 8 കളി നമ്മൾ ജയിച്ചിരിക്കേണ്ടി വരും. അപ്പൊ വിന്നബിൾ ഗെയിംസ് ആണോ എന്ന് ചോദിച്ചാൽ ഇൻ എ വേ ഇറ്റ് ഈസ്. സണ്ടർലാൻഡ് അറ്റ് ഹോം, സണ്ടർലാൻഡ് ഹോം ആണ് നമുക്ക് എവേ. ഈസ് ഇറ്റ് ഈസി? ഇറ്റ്സ് നോട്ട്. പക്ഷെ ജയിച്ചേ പറ്റൂ. അത് കഴിഞ്ഞാൽ നമുക്ക് വെസ്റ്റ് ഹാം, എവർട്ടൺ, ഫുൾഹാം ഒരു കൈൻഡ് ഓഫ് ഗുഡ് റൺ ഉണ്ട് ഇൻ ബിറ്റ്വീൻ. ഇഫ് യു ക്യാൻ ഗെറ്റ് ഗുഡ് റിസൾട്ട്സ്, ഗ്രേറ്റ്. അടുപ്പിച്ചൊരു 3-4 കളി ആക്ച്വലി നമ്മൾ ജയിച്ചു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ മേ ബി പെർഫോമൻസ് വൈസ് ആ ഒരു കോൺഫിഡൻസ് വരാൻ ചാൻസ് ഉണ്ട്. ബട്ട് വിൽ ഹാവ് ടു ഡെഫിനറ്റ്ലി വിൻ സംതിങ്. അതെ, അതാണ് ഇനി ഞാൻ പറഞ്ഞത്. നമ്മുടെ ഇപ്പോ പ്രീമിയർ ലീഗിലെ ഈ മാച്ച് വീക്കില് നമുക്ക്, ഞാൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞു, ചെൽസി യുണൈറ്റഡ് അവര് ജയിച്ചു വരിക ചെൽസിയുടെ. അതങ്ങനെ ഈ പ്രീമിയർ ലീഗിലെ ഈ മാച്ചസ് നോക്കുമ്പോൾ പെർഫോമൻസ് വൈസ് ചെൽസി ഇൻകൺസിസ്റ്റന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം. പക്ഷെ PL അവരിപ്പോ 4 കളി കണ്ടിന്യൂസ് ആയിട്ട് ജയിച്ചു. അവര് ഇതിനു മുമ്പ് മറ്റേ ഈ കാരബോവോ ഇതിലൊക്കെ ഭയങ്കര മോശം പെർഫോമൻസ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ പറഞ്ഞു. പക്ഷെ അവര് അത് ബാക്ക് ചെയ്ത് പാമർ നല്ല ഫോമിലേക്ക് വന്നു. പാമർ കഴിഞ്ഞ ഷാർപ്നെസ് കുറവായിരുന്നു കഴിഞ്ഞ മാച്ചിലൊക്കെ. പക്ഷെ ഇപ്പോ കുറച്ചുകൂടി ഷാർപ്നെസ് വന്നു, 3 ഗോൾ അടിച്ചു. അതിൽ 2 പെനാൽറ്റിയാണ്. പക്ഷെ എന്നാലും ആ അടിച്ച ഗോള് ആ ബോക്സിലേക്ക് ഓടി വന്നിട്ടുള്ള നല്ല ഗോളായിരുന്നു. അങ്ങനെ ചെൽസി പ്രീമിയർ ലീഗില് പെർഫോമൻസ് ഷെയ്ക്ക് ചെയ്യുകയാണെങ്കിലും അവര് ഗോള് കൺസീഡ് ചെയ്യുന്നുണ്ട്, ഒക്കെയാണ് ശരിയാണ്. പക്ഷെ എന്നാലും അവര് റിസൾട്ട്സിൽ 4 കളി ജയിച്ച് നിൽക്കുകയാണ്. അപ്പോ എന്താ ചെൽസിയുടെ മാച്ച് കണ്ടിരുന്നോ? ചെൽസി മാച്ച് നമ്മുടെ അതേ സമയത്ത് അല്ല, നമ്മുടെ മാച്ചിന് മുമ്പായിരുന്നു. നമ്മുടെ സമയത്ത് വേറെ മാച്ച് ഉണ്ടായിരുന്നില്ല. ഞാൻ വേറെ മാച്ചാണ് കണ്ടത്. ചെൽസിയുടെ മാച്ച് ഇടയ്ക്ക് ഞാൻ വെച്ച് നോക്കിയത്. കണ്ടിരുന്നോ? മറ്റേ കുറേശ്ശെ മാത്രം കണ്ടു. കാരണം വോൾസല്ലേ കളിക്കുന്ന പറഞ്ഞ് അങ്ങനെ. ചെൽസി നല്ല ഫോമിലാണ്. പിന്നെ വോൾസിനെ കിട്ടിയ അവര് വെറുതെ വിടുമെന്നും തോന്നില്ല. അതുകൊണ്ട് ഞാൻ അധികം സമയം ചെലവഴിച്ചില്ല. പക്ഷെ ഗോൾസ് ഒക്കെ കണ്ടു, ഗോൾസ് ക്രിയേറ്റ് ചെയ്തത് കണ്ടു. പിന്നെ ലൈക്ക് എന്താ ആള് മറ്റേ ഫ്രഞ്ച് ലീഗിൽ കളിച്ച ആ ഒരു ശൈലി ചെൽസിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഒബ്വിയസ്ലി വിംഗേഴ്സിന്റെ ഔട്ട്പുട്ട് കൂടാൻ സാധ്യതയുണ്ട്. ജാ പെഡ്രോ ആണ് ഏറ്റവും കൂടുതൽ എന്താ പറയാ ഇതിന്ന് ഈ കോച്ച് കാരണം എന്താ പറയാ ഒരു മാതിരി ഇംപ്രൂവ്മെന്റ് കാണിക്കാൻ പോകുന്നു. ഈ ഡെഫിനറ്റ്ലി ഈസ് എ ഗുഡ് അഡീഷൻ ഇപ്പോഴുള്ള ആ ഒരു കോച്ചിന്. സോ പിന്നെ ഗർണാച്ചോടെ കളി ഇതെന്തായാലും ഇവര് അത് മര്യാദയ്ക്ക് യൂട്ടിലൈസ് ചെയ്ത് കളിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഇൻഡിവിജ്വൽ ഇംപ്രൂവ്മെന്റ് ആയിട്ട് കണക്കാക്കപ്പെടും. നല്ലൊരു കോച്ചാണ്, നല്ലൊരു കോച്ചാണ്. സോ നമ്മള് ഇപ്പൊ സ്ലോട്ടിന്റെ കാര്യം പറഞ്ഞായിരുന്നു. സോ പെട്ടെന്ന് അയാൾ വന്നിട്ട് അയാളുടെ ഗെയിം പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്തു. അയാളുടെ കളി തന്നെ കളിപ്പിച്ചു തുടങ്ങി. നോട്ട് ലൈക്ക് കോച്ചിങ് മാത്രമായിട്ടല്ല, ഈ മാൻ മാനേജ്മെന്റ് ആണ് ഏറ്റവും മെയിൻ. വി ക്യാൻ സീ ലൈക്ക് കുറെ ചെറിയ ഒരു മൈന്യൂട്ട് കാര്യങ്ങൾ ട്രെയിനിങ്ങിൽ ചെയ്യുന്നുണ്ട്. ലൈക്ക് അപ്രിസിയേഷൻ ആവട്ടെ, ഇൻഡിവിജ്വൽ ടോക്സ് ആവട്ടെ, അങ്ങനെ കുറെ കാര്യങ്ങൾ അയാള് ഇൻഡെപ്ത് ചെയ്യുന്നുണ്ട്.
സോ അത് തന്നെ മതി പ്ലേയേഴ്സിന്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ആവാൻ. സോ അയാൾ അങ്ങനെ നല്ലോണം മാനേജ് ചെയ്ത് വരുന്നുണ്ട്. ചെറുപ്പക്കാരാണ് മിക്ക ആൾക്കാരും. സോ മാൻ മാനേജ്മെന്റ് ആണ് ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ടത്. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും 7-8 കൊല്ലമൊക്കെ സൈൻ ചെയ്തവരാണ്. 2031, 32 വരെ കോൺട്രാക്ട് ഉള്ളവരൊക്കെ ഉണ്ട്. സോ മാനേജ്മെന്റ് എന്തായാലും വേണ്ടി വരും. അപ്പോ അത്രത്തോളം ലോങ് കോൺട്രാക്റ്റിൽ സെർവ് ചെയ്യണമെങ്കിൽ ദേ ഷുഡ് ബി ഹാപ്പി ഇൻ ദ ക്ലബ്. സോ അതുകൊണ്ട് മാൻ മാനേജ്മെന്റ് ആണ് മെയിൻ ആയിട്ട് വേണ്ടത്. അപ്പോ അയാൾ അത് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് പറയണത് യുണൈറ്റഡ് ആണ്. യുണൈറ്റഡ് തോൽക്കും എന്ന് പറഞ്ഞു വരുന്നുണ്ട്. അവന്മാര് ജയിക്കും. ഒരു കളി കൂടെ ജയിച്ചു കഴിഞ്ഞാൽ മറ്റവര് മുടിവെട്ടാൻ പറ്റും എന്നൊക്കെ പറയുന്നത്. അതാണ് ട്രെൻഡിങ്. യുണൈറ്റഡ് ജയിച്ചതല്ല. യുണൈറ്റഡിന്റെ മാച്ച് ഭയങ്കര മാച്ച് ഞാൻ കണ്ടിരുന്നു. അപ്പൊ സ്പേഴ്സ് ആക്ച്വലി നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തു. നല്ല രസമായിട്ട് അവർ അറ്റാക്ക് ചെയ്തൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ റൊമേറോ റെഡ് കാർഡ് മേടിക്കാനുള്ള റൊമേറോന്റെ ഒരു ആവേശം അത് പറയാതെ അതോടുകൂടി ആ മാച്ച് അങ്ങ് പോയി അവരുടെ. എനിക്ക് അങ്ങനെയാ ഫീൽ ചെയ്തത്. അതുവരെ അവര് നന്നായിട്ട് കളിച്ചു. റൊമേറോന്റെ ഇപ്പോ 4 മാച്ച് സസ്പെൻഷൻ ആയിരിക്കും കൂടുതൽ റെഡ് കാർഡ് കിട്ടിയ കാരണം. എന്താണ് യുണൈറ്റഡ് മാച്ചിന്റെ പൊതുവെ അവര് ഒന്ന് പേടിച്ചോ അതോ പിന്നെ അവര് 10 പേരുള്ള സ്പേഴ്സിന്റെ അടുത്ത് 2-0 ജയിച്ചു. അത് ലോ ബ്ലോക്ക് ഒക്കെ കളിക്കുന്ന ടീമിന്റെ അടുത്ത് അങ്ങനെ കളിക്കാനും പറ്റി. പിന്നെ എന്താ മാച്ച് കണ്ടിട്ട് എന്താ ഫീൽ ചെയ്തേ? സോ യുണൈറ്റഡിന്റെ കേസിൽ ഇതൊക്കെ ഒരു മൊമെന്റം മാത്രമാണ്. ആക്ച്വലി അവർക്ക് ഇൻ പേപ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ ടഫ് ഫിക്ചേഴ്സ് ആയിരുന്നു അവർ ജയിച്ച 4 കളികളും. അവരെ ഈസിയർ ഫിക്ചേഴ്സ് ആണ് ഇനി മുന്നോട്ട് വരാനുള്ളത്. പക്ഷെ അവരുടെ കേസിൽ അഗൈൻ റൈവൽ ഫാൻ ആയതുകൊണ്ട് പറയുന്നു എന്നുള്ളതല്ല. അവരുടെ ഒരു എന്താ പറയാ, നിങ്ങളെല്ലാരും പോവാ കളിക്കുക. അപ്പം ഹയർ പീക്ക് ഗെയിം ആവുമ്പോ ഫാൻ എന്താ പറയാ ഇന്ററാക്ഷൻസ് കൂടുതലുണ്ടാവും. ആ ഒരു കോമ്പറ്റീറ്റീവ്നെസ് കൂടുതലുണ്ടാവും. അതിനനുസരിച്ച് അവര് കളിക്കുന്നു, അവര് ജയിക്കുന്നു. പക്ഷെ ഇതേ കളി ഒരു എന്താ പറയാ സണ്ടർലാൻഡ് എങ്ങാനും വന്ന് അല്ലെങ്കിൽ ക്രിസ്റ്റൽ പാലസ് വന്ന് ബസ് പാർക്ക് ചെയ്താൽ അല്ലെങ്കിൽ ലോ ബ്ലോക്ക് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ ഔട്ട്പുട്ട് അവർക്ക് കിട്ടുമോ എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. ബട്ട് സ്റ്റിൽ അവരെ ബാക്കിയുള്ള ഫിക്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ ഷുഡ് ഈസിലി ബി ഇൻ ടോപ്പ് 3 ഇപ്പോഴത്തെ റൺ വെച്ചിട്ട്. അവർക്കുള്ള അഡ്വാൻറ്റേജ് നേരത്തെ പറഞ്ഞല്ലോ, വേറെ കോമ്പറ്റീഷൻസിനൊന്നുമില്ല. അവർക്ക് പ്ലേയേഴ്സിന് എല്ലാവരെയും റെസ്റ്റ് ചെയ്യാൻ പറ്റും. പ്രോപ്പർലി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അറ്റ് ദ പീക്ക് ഓഫ് ദിയർ ഫിസിക്കാലിറ്റി. ബട്ട് 1-2 കളി ഒരുമിച്ച് തോറ്റാൽ, ഇൻ കേസ് സംഭവിച്ചാൽ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. നമ്മളിപ്പോ ആദ്യം ഈ സിറ്റിയെ ആർസനലിനെയും വില്ലിയെ കുറിച്ചല്ല, നമ്മൾ ഇപ്പൊ ടോപ്പ് 4 ബാറ്റിലിന്റെ കാര്യം പറഞ്ഞിട്ടാണ് പറഞ്ഞു വന്നത്. അപ്പൊ അതില് വേറൊരു ഈ ഫിക്സർ ഉണ്ടായിരുന്നു, ന്യൂസിലാൻഡ് ബ്രെൻഫോർഡ് ആണ്. ബ്രെൻഫോർഡ് വീണ്ടും ഒന്ന് പതുക്കെ വന്നെങ്കിലും പിന്നെ അവിടുന്നാണ് കയറി വരുന്നുണ്ട്. ന്യൂ കാസിലിനെതിരെ അവര് സെന്റ് ജെയിംസസ് പാർക്കിൽ ചെന്നിട്ട് ലാസ്റ്റ് മിനിറ്റിൽ ഗോൾ അടിച്ച് ജയിച്ചത്. അത് ഞാൻ മാച്ചിന് ഒരേ സമയം പല മാച്ച് ഉണ്ടായിരുന്നോണ്ട് കാണാൻ പറ്റിയില്ല. എനിവേ അത് നല്ല കിടിലൻ മാച്ച് ആയിരുന്നു. ന്യൂകാസിൽ ആക്ച്വലി പ്ലേഡ് വെൽ എന്നൊന്നും പറയുന്നില്ലെങ്കിലും അവരുടെ യൂഷ്വൽ PL ഫോം വെച്ച് നോക്കുകയാണെങ്കിൽ ദേ ഡിഡ് വെൽ. ബ്രെൻഫോർഡിന് നമ്മളിപ്പോ ഫസ്റ്റ് ഹാഫ് ഓഫ് ദ സീസണിൽ നമ്മൾ പറഞ്ഞ പോലെ ഈ സണ്ടർലാൻഡിനെ കുറിച്ച് പറഞ്ഞല്ലേ, അതുപോലെയാണ് ബ്രെൻഫോർഡ്. എത്ര വാങ്ങിയാലും നമ്മൾ പോയി നോക്കുക, അടിക്കാൻ പറ്റുമോ നോക്കുക എങ്ങനെയും. അത് ലോങ് ത്രോ ആയാലും സെറ്റ് പീസ് ആണോ നോർമൽ ഓപ്പൺ പ്ലേ ആണോ ഒന്ന് ട്രൈ ചെയ്തോ. കൂടിപ്പോയാലെന്താ 2 ഗോൾ എക്സ്ട്രാ വാങ്ങും, നമുക്ക് ട്രൈ ചെയ്യാം. ഈ ഒരു മെന്റാലിറ്റിയിലാണ് അവര് കളിച്ചത് മുഴുവൻ ബ്രെൻഫോർഡ്. അവർക്ക് അവരുടെ മെയിൻ അറ്റാക്കർ അവര് റെഡ് കാർഡ് മേടിച്ചിട്ട് 3 കളി സസ്പെൻഷനിലൊക്കെ ഇരിക്കുന്ന സമയം. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ആ ലൂയിസ് പോർട്ടർ വീണ്ടും ഫ്രണ്ടിൽ കയറി കളിച്ചു, ഗോൾ അടിച്ചു. അതുപോലെ ഡാങ്കോ ഈ ആഫ്രിക്കൻ നാഷണൽസ് കപ്പ് ഒക്കെ കഴിഞ്ഞ് വന്ന് വീണ്ടും നല്ല ഫോമിലേക്ക് ആള് അതേ ഫോമിൽ തന്നെ ഉണ്ട്. ആള് ആ കിടലും ഗോളായിരുന്നു ലാസ്റ്റ് മിനിറ്റിൽ ഉണ്ടായിരുന്നത്. അതുപോലെ ഡിഫൻസും അവരുടെ കെല്ലഹർ അവിടെ ഗോൾ കീപ്പറായിട്ട് നിൽക്കുമ്പോൾ അവര് നല്ല കോൺഫിഡന്റ് ആണ്. പെനാൽറ്റി വന്നാൽ പോലും വേണമെങ്കിൽ സേവ് ചെയ്യാനും ഒക്കെ ആളുണ്ട്. ഡിഫൻസിൽ നല്ല ഡിഫൻഡേഴ്സ് ഉണ്ട്. അവര് മൊത്തത്തിലൊരു
എപ്പോഴും പിന്നെ അതുപോലെ ഹെൻഡേഴ്സൺ ഉണ്ട് അവിടെ ലീഡ് ചെയ്യാനായിട്ട്. അങ്ങനെ അങ്ങനെ മൊത്തത്തിൽ അവർക്കൊരു യൂത്ത്ഫുൾ ഇതുണ്ട്, എക്സ്പീരിയൻസും ഉണ്ട്. അവർ നല്ല ഇതിൽ പോകുന്നുണ്ട്. അവരൊരു ടോപ്പ് 4 കയറിയാനോ അല്ലെങ്കിൽ ടോപ്പ് 5 കയറാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് കണ്ടറിയാം. പക്ഷെ എനിക്ക് തോന്നണില്ല എനിവേ. പക്ഷെ അവര് കൺസിസ്റ്റന്റ് ആയിട്ട് നന്നായി കളിക്കുന്നുണ്ട്. Let's see what's നമുക്ക് 39 പോയിന്റും അവർക്കും 39 പോയിന്റ് ഉണ്ട്. നമുക്ക് എത്രത്തോളം ചാൻസ് happening. ഗോൾ ഡിഫറൻസിലാണ് അവർ മാറി നിൽക്കുന്നത് അല്ലെ? ഗോൾ അതെ. ഡിഫറൻസിൽ ഡിഫറൻസ് ഇല്ല, സെയിം ഗോൾ ഡിഫറൻസ്. സെയിം ഗോൾ ഡിഫറൻസ്. നമ്മൾ ഒരു ഗോൾ എക്സ്ട്രാ അടിച്ചിട്ടുണ്ട്. അതെ, അത്രേ ഓക്കെ. അതാണ് സിറ്റിക്ക് ആ ലാസ്റ്റ് 1-3 ആയിരുന്നെങ്കിൽ ഇപ്പൊ അവര് മുകളിലേക്ക് കയറിയെന്നെ അല്ലെ? സിറ്റിയുടെ അതെ. ലാസ്റ്റ് ഗോൾ കയറിയിരുന്നെങ്കിൽ അല്ലെ? അപ്പോ ബ്രെൻഫോർഡിന് എന്തായാലും അവര് സ്ട്രൈക്കർ തിയേഗും ഇനിയിപ്പോ അവർക്ക് നല്ല ഫിക്സ്ചർ ഇനി വരാൻ പോകുന്നു. കുറച്ച് ഒരു മാച്ച് കൂടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നല്ല ഫിക്സ്ചർ ടേൺ ആവുകയാണ്. അപ്പൊ നല്ല സാധ്യത ഉണ്ട് അവർക്ക്. പറയാൻ പറ്റില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ടീമാണ് നമ്മൾ ചലഞ്ച് ചെയ്യാൻ പറ്റുന്നത് ടോപ്പ് 5ലേക്ക്. ടോപ്പ് 4ലേക്ക് പ്രശ്നമില്ല. ടോപ്പ് 4ലേക്ക് മറ്റു ടീമുകളാണല്ലോ നമ്മുടെ ചലഞ്ചേഴ്സ്. നമ്മളാണ് പ്രതീക്ഷിക്കാതെ അവരുടെ കൂടെ ചാലഞ്ചിന് പോയത്. അങ്ങനെ വേണം പറയാൻ. അവന്മാരെ അവിടെ തന്നെ ഉണ്ട്. അല്ല, അപ്പൊ ഈ ന്യൂ കാസലിന്റെ അവസ്ഥ ഇപ്പൊ എന്താ? ഈ എഡിയോ സാക്കാവുന്ന ഒരു സാക്കി എന്നാണ് കുറെ റൂമേഴ്സ് പറയുന്നത്. കുറെ ബാഡ് പെർഫോമൻസ്. പിന്നെ പറ എൻഡ് ഓഫ് സീസൺ വരെ ഉണ്ടാവുമായിരിക്കും. നമ്മളിപ്പോ സ്ലോട്ടിന്റെ കേസിൽ പറയുന്ന പോലെ തന്നെ എൻഡ് ഓഫ് സീസൺ വരെ അങ്ങനെ തന്നെ വെക്കും. അത് കഴിഞ്ഞിട്ട് ഒരു റിവ്യൂ ഉണ്ടാവും പ്രോബബ്ലി. എന്നിട്ട് നല്ലൊരു കോച്ചിനെ, നല്ലൊരു മാനേജറിനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ടാറ്റ ബൈ ബൈ. ഇതായിരിക്കും നടക്കാൻ പോകുന്നത്. എന്റെ ഒരു ഊഹം ഗ്ലാസ്നർ ന്യൂകാസിലേക്ക് പോകുന്നതാണ് എന്റെ ഒരു തോന്നൽ. ഞാൻ കഴിഞ്ഞ പോഡ്കാസ്റ്റില് ഒരു കുറച്ച് കടന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിമിയോണി ചിലപ്പോൾ ന്യൂകാസിലേക്ക് വരുന്നു. അതുപോലെ പല ആൾക്കാരും അവർക്ക് പറ്റുന്ന പ്ലേയേഴ്സ് ഒക്കെ ഉള്ള ക്ലബ്ബാണ്. ഗ്ലാസ്നർ നല്ല സാധ്യതയാണ് അങ്ങോട്ട് പോകാൻ സാധ്യത. ആ ഒരു സിമിയോണി ടൈപ്പ് ന്യൂകാസിൽ പോലുള്ള ഒരു റോയൽ ക്ലബിന് ചേരുമെന്ന് എനിക്കറിയില്ല. ഗ്ലാസ്നർ മൈറ്റ് സ്യൂട്ട് ദം. ഇവൻ വിളിച്ചു പറയും സ്റ്റേറ്റ്മെന്റ് സൈനിങ് ചെയ്യണമെങ്കിൽ. വേണമെങ്കിലാവാം. മേ ബി ലൈക്ക് പ്ലേയേഴ്സ്, ഇൻകമിംഗ് പ്ലേയേഴ്സ് കുറെ കൊടുക്കുന്നുണ്ട്. അല്ല, ഗ്ലാസ്നർ യുണൈറ്റഡിലേക്ക് പോകാൻ ഇങ്ങനെ നിൽക്കുകയാണല്ലോ. അവിടെ ഒരു സാധ്യത. എനിക്ക് തോന്നുന്നു മൈക്കിൾ കാരിക് എന്നെ കണ്ടിന്യൂ ചെയ്യുന്നു തോന്നുന്നു. അവര് പറയാതെയാണ് വെറുതെ ഇന്റർ എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ നിർത്തിയിരിക്കുകയാണ്. മൈക്കിൾ കാരിക് മൈറ്റ് സ്റ്റേ. കാരണം ക്ലബിനെ അറിഞ്ഞ പ്ലെയർ അവര് പറയുന്ന കാര്യത്തിന് മേ ബി he might listen to that. അതുകൊണ്ട് they might stick on to മൈക്കിൾ കാരിക്. എന്തൊക്കെ ആള് കളിക്കുന്നത് ബേസിക് ഫുട്ബോൾ ആണ്. ലൈക്ക് യൂസ് ദ ഫുൾ ബാക്ക്, നമ്പർ 10 യൂട്ടിലൈസ് ചെയ്ത് കളിക്കുക. അതാത് പ്ലേയേഴ്സിന് എന്ത് പൊസിഷൻ വേണോ വെച്ചാൽ അത് കൊടുക്കുക. ഏതിലാണോ ബെസ്റ്റ് അത് വെച്ച് കൊടുക്കുക. സോ പ്ലേയേഴ്സിന് ഒരു കംപ്ലൈന്റ് ഇല്ല. അതാണ് ഏറ്റവും വലുത്. മുമ്പ് ഞാൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്, എന്നെ പിടിച്ച് മിഡ്-3 കൊണ്ടുപോയി ഇട്ടു. ഇല്ലെങ്കിൽ ഞാനൊരു ലെഫ്റ്റ് വിങ് ഫോർവേഡ് ആണ്, എന്നെ കുറിച്ച് ലെഫ്റ്റ് വിങ് ബാക്ക് ആക്കി ഇട്ടു. അങ്ങനെ കുറെ കംപ്ലൈന്റ്സ് കുറെ ഉണ്ട്. സോ അത് വെച്ച് നോക്കുമ്പോൾ പ്ലേയേഴ്സ് എല്ലാവരും ഒരു മൈക്കിൾ കാരിക് എന്താണ് ചോദിച്ചാൽ ദേ വിൽ സേ യെസ് ഓൺലി. ബ്രൂണോ ഫെർണാണ്ടസ് ജസ്റ്റ് കീപ്പിംഗ് ഇറ്റ് സിമ്പിൾ ആൻഡ് വാട്ട് എവർ പൊസിഷൻ ദ പ്ലേയേഴ്സ് ആർ doing their best, he's allowing them to play in their favorite position. So അങ്ങനെ പ്ലേയേഴ്സ് ഫ്രീഡം കൊടുക്കുമ്പോൾ അവരെല്ലാം ലെസ് കൊടുക്കും. അല്ല, അതെ, നമ്മളൊരു അതാണ് നമ്മള് വെസ്റ്റ് ഹാമോ എവർട്ടനോ അല്ലല്ലോ പറയുന്നത്, യുണൈറ്റഡ് അല്ലേ. ബേസിക്കലി അവരെ സ്റ്റാച്ചർ വെച്ചിട്ട് ഷുഡിന്റ് ദേ ബി അറ്റ് ദ ടോപ്പ് 2, ടോപ്പ് 1, ടോപ്പ് 3 അറ്റ്ലീസ്റ്റ്. എന്താ പറയാ, ആക്ച്വലി അവര് ഏറ്റവും താഴെ ഏകദേശം മറ്റേ സെക്കൻഡ് പേജിൽ ഉണ്ടായിരുന്നവരാണ്. ഫസ്റ്റ് പേജിലേക്ക് എത്തിയില്ലേ ഇപ്പൊ ആള് കളിച്ച്. ഈ ഒരു സീസണിന്റെ കിടപ്പ് വശം വെച്ചിട്ട് ഓക്കെ. ബട്ട് നെക്സ്റ്റ് സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വുഡ് യു റേറ്റ് ഓർ വുഡ് യു പുട്ട് യുണൈറ്റഡ് ആസ് ടൈറ്റിൽ കണ്ടന്റേഴ്സ് ഇഫ് കാരിക് ഈസ് ദ മാനേജർ? Pote, would you sign Carrick as Liverpool manager if he's free? If he was free, let's say Slaughter Sakai, Carrick out continue cheyidilla, would want to have Michael Carrick as your new manager?
എനിക്ക് ഓക്കെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഐ ലൈക്ക് എന്താ പറയുക, ഈ ഓൾഡ് സ്കൂൾ ഫുട്ബോൾ കളിക്കില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കളി കാണാൻ. എന്റെ പേഴ്സണൽ ആയിട്ട് അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ കളി നമ്മുടെ ടീമിന് എന്തായാലും ചേരും. വിത്ത് കർക്കസ് ആൻഡ് ഫ്രിംപോങ് റൈറ്റ് ബാക്ക് ലെഫ്റ്റ് ബാക്ക് കളിക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ചേരും. പക്ഷെ അതൊക്കെ എന്താ പറയാ, ഒരു പ്രഷറും ഇല്ലാണ്ട് വെൻ യു പ്ലേ എന്നുള്ളതല്ലേ. നമ്മളിപ്പോ സാബി അലോൻസോയ്ക്ക് ഒരു ഫുൾ സീസൺ കിട്ടി, ലെവർകൂസനിൽ കപ്പടിച്ചു, അടുത്ത സീസൺ ഒന്നും ചെയ്തില്ല, റിയൽ മാഡ്രിഡിലേക്ക് പോയി. അങ്ങനെ കണ്ടുകൊണ്ട് സാബി അലോൻസോ നമ്മൾ ഒരു വലിയൊരു കോച്ച്, ആ ഒരു സെയിം ജനറേഷനിലുള്ള പ്ലെയർ തന്നെയാണ് മൈക്കിൾ കാരിക്. നമുക്കിപ്പോ പ്ലെയേഴ്സ് വലിയ പ്ലെയർ ആവാം, മേ ബി ലെജൻഡറി പ്ലെയർ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. സോ പക്ഷെ വിധം വേറെ ആയിരിക്കും. അല്ല, നമ്മുടെ ചില ഫാൻസ് പറയണ്ടല്ലോ സ്റ്റീവൻ ജെറാർഡ് തിരിച്ചു മാനേജറായി ഇന്റർവ്യൂ വരട്ടെ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ പറയുന്ന ഒരു ഇതിലാ ഓൾഡ് സ്കൂൾ ഫുട്ബോൾ ഇഷ്ടമുള്ള ആളുകളുണ്ട്. കാണാൻ നല്ല രസമുണ്ട്. നമുക്ക് അത് പിന്നെ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ള കാര്യമാണ്. അത് മാത്രമല്ല, നമുക്ക് സീസൺ തീരുന്ന സമയത്ത് ഇതുപോലെ ഒരുപാട് മാനേജേഴ്സ് അങ്ങോട്ടും കൂടെ ഒക്കെ മാറാനുണ്ട്. അപ്പൊ നമുക്ക് നല്ല പലർക്കും മാനേജർ വേണ്ടി വരും. അതെ. നമുക്കിനി ടോപ്പ് ത്രീയുടെ അതിലേക്ക് പോകാം. ടോപ്പ് 3യുടെ റിസൾട്ട്സ്. ആസ്റ്റൺ വില്ല ആദ്യം പറയാം, അത് കഴിഞ്ഞ് നമുക്ക് ടൈറ്റിലിന്റെ അത് പറയാം. ആസ്റ്റൺ വില്ല കഴിഞ്ഞ 2 മാച്ചിൽ 1 പോയിന്റ് വന്നിട്ടുള്ളൂ. അന്ന് പോസിബിൾ 6 പോയിന്റിൽ നിന്ന് 1 പോയിന്റ് ആയിട്ട് മാറി. അവരിപ്പോ ബോൺമത്തിന്റെ അടുത്ത് ഡ്രോ പിടിക്കുന്ന ഒരു ഇതില് 1-1 ഡ്രോ. അവര് തോറ്റു നിൽക്കുമായിരുന്നു ലാസ്റ്റ്. അല്ല, അപ്പൊ അവര് ജയിച്ചു നിൽക്കുമായിരുന്നു ലാസ്റ്റ്. മറ്റേ റയാൻ ബ്രസീലിയൻ 19 വയസ്സുള്ള അവൻ ഗോൾ അടിച്ചിട്ട് 1-1. എന്താണ് ആ മാച്ച് കണ്ടിരുന്നോ? എന്താണ് അത്? വില്ലയ്ക്ക് നല്ല സാധ്യത. വില്ല ഇവര് യുണൈറ്റഡും ചെൽസിയും കയറി വരിക. അവര് വരുമ്പോ ടോപ്പ് 4 നിന്ന് താഴെ പോവോ എന്നുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ആ ഗോള് കണ്ടിട്ട് ലൂക്കഡീനെ വല്ല പൈസ മേടിച്ചിട്ടുണ്ടോ എന്ന് തോന്നിപ്പോ. നമ്മള് പലപ്പോഴും പറയല്ലേ പ്രീമിയർ ലീഗിൽ യു വോണ്ട് ഗെറ്റ് സ്പേസ് ടു ഈവൻ തിങ്ക് അബൌട്ട് ഇറ്റ് ട്വൈസ് എന്നൊക്കെ. ഇത് തിങ്ക് ട്വൈസ് എന്നല്ല, ഇത് നടന്നു പോയാൽ പോലും അതിൽ ഗോൾ അടിക്കായിരുന്നു. അത്രക്കും സ്പേസ് ലൂക്കഡീനെ അടിച്ചോ. ഞാൻ ഇവിടെ നോക്കി നിക്കാ, നീ കേറിക്കോ, ഞാൻ ഇവിടെ ഉണ്ടാവും പറഞ്ഞ പോലെ. ഈശ്വരാ, എത്രയോ ബാക്ക് എന്നാണ് ഇവ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒന്നുമില്ല, ഒരു ടാക്കിൾ ഇല്ല. ടാക്കിൾ പോയിട്ട് ഞാൻ പ്രഷറൈസ് ചെയ്യുമെന്ന് ഒരു ഫീല് പോലും. അവനെ ചവിട്ടി പെനാൽറ്റിയെങ്കിലും ആയിക്കോട്ടെ, അത് തടുക്കാനെങ്കിലും ഒരു ചാൻസ് കിട്ടുമല്ലോ. ഇത് ഫ്രീ ആയിട്ട് നോക്കി നിൽക്കുക. ഇപ്പൊ വില്ലയുടെ കാര്യം ഡിഫിക്കൽട്ട് ആണ്. നമ്മൾ പറഞ്ഞു വില്ലയുടെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഗണേശ് തന്നെ പറഞ്ഞു കുറെ ഇഞ്ചുറീസ് ഉണ്ട്, പക്ഷെ ഡഗ്ലസ് ലൂയിസ് വരുന്നുണ്ട്, അപ്പൊ കുറെയൊക്കെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവും എന്നൊക്കെ പറഞ്ഞതാണ്. ജയിക്കേണ്ട കളിയായിരുന്നല്ലേ, വല്ലത് കാല് ഒന്ന് നീട്ടി വെച്ചിരുന്നെങ്കിൽ തടുക്കായിരുന്നോ? വില്ലയുടെ കാര്യം ഇൻഡിവിജ്വൽ എറേഴ്സ് ആണ് ഇവിടെ. അതെ, പക്ഷെ വില്ലയുടെ ഏറ്റവും വലിയ മിസ് എന്ന് വെച്ചാൽ മെഗിൻ ഇല്ലാത്തതാണ്. ഒരു ഭയങ്കര ഇൻഡസ്ട്രി നടുവിൽ മിസ്സായിട്ടുണ്ട് അവർക്ക്. എന്താ ഒരു 2-2.5-3 പ്ലെയറിന്റെ എൻജിൻ ആയിട്ട് കവർ ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു. അത് ഇപ്പൊ അവർക്ക് കംപ്ലീറ്റ്ലി മിസ്സാകുന്നുണ്ട്. ഇപ്പൊ കളിക്കുന്ന എല്ലാവരും അവരവരുടെ റോള് അവരൊന്ന് ചെയ്യുന്നുണ്ട്, പക്ഷെ ബാക്കിയുള്ളവരുടെ മിസ്റ്റേക്സ് എന്ന് പറയുന്നില്ല, പക്ഷെ ബാക്കിയുള്ളവരുടെ പോരായ്മകൾ കവറപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. മോർഗൻ റോജേഴ്സ് ഫ്രീലി മറ്റേ എന്താ പറയാ ഫ്രീ റോളിൽ പണ്ട് ഓസിലൊക്കെ നടക്കുന്ന പോലെ എൻറ്റയർലി ഫ്രീ റോളിൽ ഓടി കളിക്കുന്നുണ്ട്. സാൻചോ ആയാലും ഞാൻ വിങ്ങറാണ്, ഞാൻ വിങ്ങിലുണ്ട്. കളിക്കുന്ന എല്ലാവരും അതാണ്, ഞാൻ ഇന്ന പൊസിഷനാണ്, ഞാനിവിടെ കളിക്കും. ആ ഒരു മോഡിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ അത് കവറപ്പ് ചെയ്യാൻ യൂഷ്വലി മെഗിനാണ് എൻറ്റയർ പിച്ച് ഓടി നടക്കുന്നത്. നമ്മളെ കേസിൽ സോബോസിലായി. അപ്പൊ അത് മിസ്സാവുന്നുണ്ട്. അത് എല്ലാ കളിയിലും നല്ലോണം മിസ്സാവുന്നുണ്ട് അവർക്ക്. ഇനി വില്ലയുടെ നോക്കാം, നമുക്ക് എന്തുണ്ടാവുമെന്ന് അറിയില്ല. അതിന്റെ ഇടയിൽ ഉനൈ എലിയറ്റിന്റെ കാര്യം പറഞ്ഞു. എലിയറ്റിന്റെ അത് ലിവർപൂളാണ് അതിന്റെ പരിഹാരം ഉണ്ടാക്കണ്ടേ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു. ഇനി എലിയറ്റിന്റെ കാര്യം കഷ്ടപ്പാട് തന്നെയാണെന്ന് തോന്നുന്നു. MLS-ലേക്ക് പോകാൻ പറ്റിയില്ല. അതെ, വേൾഡ് കപ്പിലേക്ക് ഇനി എന്തായാലും ചാൻസ് ഇല്ല. ഇനി അത് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഡിസ്കസ് ചെയ്ത്, ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചെന്നുള്ളൂ. ലേറ്റസ്റ്റ് കമന്റ്സ് നമുക്ക് ആർസനലിന്റെ അതിലേക്ക് തന്നെ പോവാം. ലേറ്റസ്റ്റ് ഇനി ആർസനലിന്റെ എന്താണ് അവസ്ഥ? ഞാൻ പറഞ്ഞു നേരത്തെ, ഞാൻ കഴിഞ്ഞ ഇതിലും പറഞ്ഞു, അവര് കണ്ടിന്യൂ ചെയ്ത് ജയിച്ച് തന്നെ പോകും, അവർ ഇത്തവണ ടൈറ്റിൽ അടിക്കും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതുപോലെ തന്നെ അവർ പോകുന്നുണ്ട്. മാത്രമല്ല ഈ മിഡ് വീക്ക് ഗെയിം ഉണ്ട്, അത് കഴിഞ്ഞാൽ അവർക്ക്
അടുത്ത മിഡ് വീക്ക് അല്ല, അതിനു മുമ്പ് ഒരു വുൾസിന്റെ മാച്ചും കൂടി അവർക്ക് വരുന്നുണ്ട് അടുത്ത ഗെയിം വീക്ക് തുടങ്ങുന്നതിന് മുമ്പ്. FA കപ്പ് വീക്കെൻഡ് ആണ് നെക്സ്റ്റ് അല്ലേ? FA കപ്പിന്റെ അതെ. അപ്പൊ FA കപ്പ് വീക്കെൻഡ് കഴിഞ്ഞാൽ ഉടനെ അവർ വുൾസിനെയും കളിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ 2 മാച്ച് ഉടനെ കഴിയും. അവർക്ക് കാരബാവോ കപ്പ് ഒക്കെ ഉള്ള കാരണം അത് കഴിഞ്ഞിട്ടുള്ള ഗെയിം വീക്ക് എന്തോ ഉണ്ടാവില്ല. കാരബാവോ സെമി എല്ലാം ഫൈനലിന്റെ അത് നടക്കുന്നതാണ് ഏതൊരു ഫിക്സർ. അത് കഴിഞ്ഞിട്ടില്ല, അത് മാർച്ചിലാന്ന് തോന്നുന്നു അല്ലെ? മാർച്ച് ലാസ്റ്റ് വീക്കിൽ. എനിവേ അവർക്ക് ഇപ്പൊ ഈ ഗ്യാപ്പുള്ള സമയത്താണ് അത് നടക്കുന്നത്. ഈ ചാമ്പ്യൻസ് ലീഗിന്റെ അടുത്ത മിഡ് വീക്കിൽ അതാണല്ലോ നടക്കുന്നത് അല്ലെ? ചാമ്പ്യൻസ് ലീഗിന്റെ പ്ലേ ഓഫ്സ് ആ സമയത്താണ് ആർസണൽ ആ മാച്ച് കളിക്കുന്നത്. പ്ലേ ഓഫ് കളിക്കുന്ന കാരണം ബ്രെൻഫോർഡ് ആർസണൽ അല്ലേ കളിക്കുന്നത് അല്ലേ അടുത്തത്? യെസ്, അതെ. അതെ, അല്ല ഞാൻ പറഞ്ഞ നമുക്ക് അതിലേക്ക് പോവാം. അതിനു മുമ്പ് ഇപ്പോഴത്തെ മാച്ചിന്റെ ഈ മാച്ച് കണ്ടിരുന്നോ ആർസണലിന്റെ? സണ്ടർലാൻഡ് മാച്ച് നല്ല കളിയായിരുന്നു കേട്ടോ. ആക്ച്വലി ഫസ്റ്റ് ഗോള് കൺസീഡ് ചെയ്യുന്നവരെ സണ്ടർലാൻഡ് വാസ് ഇൻ ദ ഗെയിം. പിന്നെ ആസ് യൂഷ്വൽ ആർസണൽ ഒരു ഗോൾ അടിച്ചാൽ 80 to 90% they will make sure they win. അത് ഇപ്പോഴും നടന്നു. നല്ല ഗോളായിരുന്നു സുബിമെന്റിയുടെ. എക്സലന്റ് ഗോൾ ഫസ്റ്റ് വൺ ഡേ സ്കോർ. നല്ല ലോങ് റേഞ്ച് ഷോട്ട്. അത് കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ അവർ ദേ വർ കംഫർട്ടബിൾ. ആർസണലിന്റെ ഈ സീസണിലെ ഒരുവിധം എല്ലാ കളി നോക്കുമ്പോഴും ആ ഒരു പാറ്റേൺ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആർസണൽ എങ്ങനെയെങ്കിലും ഒരു ഫസ്റ്റ് ഗോൾ അടിക്കും. യൂഷ്വലി സെറ്റ് പീസിലാണ് ആ ഗോൾ വരാറ്. ബട്ട് ആ ഒരു ഇനീഷ്യൽ ഗോൾ വന്നാൽ ദേ ആർ ഫ്രീ ഇനഫ് ടു ഓക്കെ 2 ഗോളൊന്നും നമ്മൾ വാങ്ങാൻ പോകുന്നില്ല, സോ കളി തോക്കൂല. ലെറ്റ്സ് മേക്ക് ഷുവർ മറ്റേ ടീം ഓപ്പൺ അപ്പ് ആവുമ്പോൾ ലെറ്റ്സ് ട്രൈ ആൻഡ് സ്കോർ 1. ആ സെയിം പാറ്റേൺ ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നലെ വീക്കെൻഡിൽ ഉണ്ടായിരുന്നു. സർപ്രൈസിംഗ്ലി ഗ്യോക്കാരസ് ആണ് 2 ഗോൾ അടിച്ചത് എന്നുള്ളതാണ്. അത് പ്രതീക്ഷിച്ചിട്ടില്ല. ഹവേർട്സ് വന്നതും അവർക്ക് നല്ലൊരു ബൂസ്റ്റ് ആണ്. ആർട്ടറ്റയ്ക്ക് പറ്റിയ ടൈപ്പ് ഓഫ് പ്ലെയർ. എന്താണ് ആർസണൽ ടൈറ്റിൽ അടിക്കുമോ ഈ കണക്കിന് പോവുകയാണെങ്കിൽ? ഇപ്പോ അടുത്തത് കളി ബ്രെൻഫോർഡ് എവേ ആണ്. ബ്രെൻഫോർഡ് എവേ കുറച്ച് ടഫായിരിക്കും. പിന്നെ വരുന്നത് ഒരു വോൾസ് ഗെയിം ആണ്. പിന്നെ അവർക്ക് 2 ഗെയിം ഐ തിങ്ക് സ്പേഴ്സും ചെൽസിയും 2 എവേ ഗെയിമാണ്. ചെൽസി ആൻഡ് സ്പേഴ്സ്. സോ അല്ല ചെൽസി ആണോ? എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ആ ഒരു ഗെയിം വീക്ക് ചെൽസി ഹോം ആയിരിക്കും. യെസ്, കറക്റ്റ്. ചെൽസി ഹോം ആൻഡ് സ്പേഴ്സ് എവേ. പിന്നെ ആ സമയത്ത് മറ്റേ റൊമേറോ ഉണ്ടാവില്ല തോന്നുന്നു. 4 മാച്ച് ബാൻ ആയതുകൊണ്ട് സെന്റർ ബാക്ക് ഇഷ്യൂസ് വരും. അപ്പൊ അവർക്കും ഇഞ്ചറി ആയി പോയി. പിന്നെ അവരുടെ നോർത്ത് ലണ്ടൻ ഡെർബി ആണ്. ലണ്ടൻ ഡെർബി എന്നൊക്കെ പറയുമ്പോ ആ ഒരു ഫീൽ ഉണ്ടാവണം. ആ ഒരു പ്രഷർ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. എനിക്ക് അതിനെക്കാട്ടിലും നല്ലൊരു മാച്ച് ആയിട്ട് തോന്നുന്നു ബ്രെൻഫോർഡിന്റെ കൂടെ എവേ മാച്ച് ആയിരിക്കും. ഇറ്റ് വിൽ ബി ദ എന്താ പറയാ ഒരു ക്രൂഷ്യൽ മാച്ച് എന്ന് പറയുന്നത്. ചെൽസി പോലും ചിലപ്പോൾ ഹോം അഡ്വാൻറ്റേജിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വല്ല സെറ്റ് പീസിലോ വല്ല തിരിമറിയൊക്കെ ചെയ്ത് എങ്ങനെയെങ്കിലൊക്കെ ഗോൾ അടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ബ്രെൻഫോർഡ് എവേ ഡെഫിനറ്റ്ലി ടഫ് ആയിരിക്കും. ഐ തിങ്ക് ലേറ്റ് നൈറ്റ് മാച്ച് എന്തോ ആണ് 1:30 അങ്ങനെ എന്തോ ആണ് നമുക്ക് വരുന്നത്. സോ അതൊരു നല്ലൊരു ഗെയിം ആയിരിക്കും അവർക്ക്. സോ ആ ഗെയിം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം അറിയാൻ പറ്റും. സ്പേഴ്സിന് എന്തായാലും അവർ പൊട്ടിക്കും ഈ ഒരു ഫോം വെച്ച് പോവാണ്. കാരണം അവർക്ക് ഈ ഗോൾസ് ഫ്രം മിഡ്ഫീൽഡ് എന്നുള്ളത് സുബിമെന്റി കൊടുക്കുന്നുണ്ട്. പോരാത്തിന് ഡെക്ലൻ റൈസ് ആണ് അവരുടെ എഞ്ചിൻ. നമുക്ക് ഇപ്പൊ പറഞ്ഞ പോലെ മെക്കിൻ കളിക്കുന്ന പോലെ ഡെക്ലൻ റൈസ് എവിടെയൊക്കെ വീഴ്ച വരുന്നുണ്ടോ ആ ഭാഗത്ത് ആൾ ഓടി എത്തുന്നുണ്ട്. ഇതിപ്പോ അങ്ങനെ ആള് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ആർസണലിന് കപ്പടിക്കാൻ സാധ്യതയുണ്ട്. 6 പോയിന്റ് ഗ്യാപ്പാണ് സിറ്റി ആയിട്ടുള്ളത്. സിറ്റി ആയിട്ട് ഒരു പ്രാവശ്യം കളിക്കണം ഒരു മാച്ച്. അതിനു മുന്നേ ഒരു നല്ലൊരു ലീഡ് ആ 6 പോയിന്റ് ലീഡ് കൊണ്ടുപോയി കഴിഞ്ഞാൽ they can afford a draw there. 1-0 or 1-1 എന്തെങ്കിലും ഡ്രോ ചെയ്യാം. സോ ഇതായിരിക്കും അവരുടെ പ്ലാൻ. ബാക്കിയുള്ള കളിയൊക്കെ ജയിക്കുക, സിറ്റിയുടെ കൂടെ ഡ്രോ ഓർ ട്രൈ ടു വിൻ എന്നുള്ള രീതിയിൽ കളിക്കാനായിരിക്കും പ്ലാൻ. സോ ആ ഒരു കളി ആ ഒരു ഫോർമാറ്റ് ആണ് ഇങ്ങനെ കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ they can go win the title എന്ന് വേണം പറയാൻ. ടൈറ്റിൽ റേസിൽ ഏറ്റവും നിർണായകം എന്നുള്ളത്
സിറ്റിക്ക് അടുപ്പിച്ച് 2-3 കളി ജയിക്കാൻ പറ്റിയാൽ ഇൻ എ റോ, ലൈക്ക് ഇപ്പൊ നമ്മൾ ഒരു കളി ലിവർപൂൾ കളി ജയിച്ചു, അടുത്ത 2-3 കളി അവർക്ക് ജയിക്കാൻ പറ്റിയ ആ ഒരു സിറ്റി ആർ ബാക്ക് ഫീല് വന്നാൽ ആർസണൽ എങ്ങനെ മെന്റലി പിടിച്ചെന്നുള്ളതനുസരിച്ചിരിക്കും. ഇതുവരെ അവർക്ക് പ്രഷർ ഇല്ല. ആ ഒരു പ്രഷർ ഇല്ലാത്തത് അപ്പൊ ആ ഒരു ഇത് നോക്കാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഷുഡ് ബി എൻ ഈസി വിൻ ഫോർ ആർസണൽ എൻറ്റയർ സീസൺ. സിറ്റി എന്ത് ചെയ്യുന്നുള്ളത് കണ്ടറിയണം. അതെ. എനിവേ നമുക്ക് നമ്മുടെ അടുത്ത മാച്ചിലേക്ക് വരാം. നമ്മുടെ അടുത്ത മാച്ച് ബുധനാഴ്ച രാത്രി അല്ലെ, വെനസ്ഡേ നൈറ്റ് മാച്ചാണ്. നല്ല ഉറക്കം പ്രശ്നമാവുന്ന മാച്ച്. ഈ ജോലിക്ക് പോകുന്നവർക്ക് നമുക്ക് 1:45 1 മണിക്ക് കുറെ മാച്ച് ഉണ്ട്. നമ്മുടെ എന്നാലും അതല്ല, നമ്മുടെ 1:45 വെച്ചേക്കണേ. അപ്പോ അങ്ങനെയാണ് അടുത്ത മാച്ച്. അടുത്ത മാച്ച് വരുന്നത് സണ്ടർലാൻഡ് അവേ. നമ്മൾ പറഞ്ഞ പോലെ എന്താണ് ഫീൽ ചെയ്യണേ? നമ്മുടെ ഇപ്പോ ഒരു മിനിറ്റ് അതില് പറഞ്ഞു വന്നത്, നമ്മുടെ ഈ മാച്ചില് സിറ്റി ആയിട്ടുള്ള മാച്ചില് മിക്കവാറും പ്ലേയേഴ്സ് ഒക്കെ ഏകദേശം 90 മിനിറ്റ്സിന്റെ അടുത്ത് കളിച്ചിട്ടുണ്ട്. സുബോസ്ലൈക്ക് എന്തായാലും റെസ്റ്റ് കിട്ടി. റെഡ് കാർഡ് കിട്ടിയ സ്ലോട്ടിന് വേറെ നിവൃത്തിയില്ല, കളിപ്പിക്കാൻ പറ്റില്ല. അത് കാരണം സുബോസ്ലൈക്ക് റെസ്റ്റ് കിട്ടി. പിന്നെ മെക്കലിസ്റ്റർ ആണ് പിന്നെ സബ് കയറിയത്. മെക്കലിസ്റ്റർ ഏകദേശം 84 മിനിറ്റ് വരെയൊക്കെ കളിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് സബ് പോയത്. ബാക്കി എല്ലാവരും ഒരു ഇതൊക്കെ മുഴുവൻ കളിച്ചിട്ടുണ്ട്. എന്തായിരിക്കും നമ്മുടെ ലൈനപ്പ്? ഇതേ കളിക്കാരെ തന്നെ കളിപ്പിക്കുകയാണോ? ഇനി അത് കഴിഞ്ഞ് FA കപ്പ് വീക്കെൻഡ് വരുന്നുണ്ട്, അപ്പൊ റെസ്റ്റ് ചെയ്യിക്കുകയാണോ? എന്താണോ സാധ്യത? നമ്മുടെ ലൈനപ്പ് എങ്ങനെയായിരിക്കും? ഈ സാധ്യത എന്നൊക്കെ പറയാൻ സൊബോസ്ലൈ പോകുന്നു, ജോൺസ് വരുന്നു, ബെഞ്ച് കാലി. ഐ മീൻ സ്ലോട്ട് ട്രസ്റ്റ് ചെയ്യുന്ന ബെഞ്ച് കാലി. ബാക്കിയെല്ലാം സ്ലോട്ട് അവിടെ എന്താ പറയാ, ബെഞ്ചിൽ ആൾക്കാർ ഉണ്ടാവണം എന്നുള്ളത് കൊണ്ട് എഴുതി വെക്കുന്ന കുറെ പേരുകളല്ലേ. സോ ലൈനപ്പിൽ മാറ്റം വരാനൊന്നുമില്ല. ജോൺസ് കളിക്കാൻ സാധ്യത കാണുന്നുണ്ട് റൈറ്റ് ബാക്കില്. വേറെ ആരും ഇല്ലല്ലോ കളിക്കാൻ. ജോൺസിനെ പിടിച്ച് കളിപ്പിക്കോ എന്നറിയില്ല. അല്ലെങ്കിൽ തന്നെ മാനേജറും ജോൺസും ആയിട്ട് എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ റൈറ്റ് ബാക്കിലേക്കും കളിപ്പിച്ച് അടിപൊളിയാവും. പ്രത്യേകിച്ച് സെൻട്രലാൻഡ് ലെഫ്റ്റ് സൈഡ് വഴിയാണ് കൂടുതലും അറ്റാക്ക് ചെയ്യുന്നത്. സോ അവിടെ ജോൺസിനെ പിടിച്ച്, അധികം പേസ് ഇല്ലാത്ത ജോൺസിനെ പിടിച്ചാൽ അവിടെ ആള് ഈ പെനാൽറ്റി ബോക്സ് എന്നുള്ള ഒരു ഡ്രിബിളൊക്കെ ട്രൈ ചെയ്യും. വല്ലാത്തൊരു പ്രശ്നമാവും. സോ അവന്മാര് ഹൈ ആയിട്ട് പ്രസ് ചെയ്ത് കളിക്കുന്ന ടീമാണ്. എവേ മാച്ച് ആണ്. സോ റിസ്ക് ആണ്. സോ പ്രോപ്പർ ഒരു റൈറ്റ് ബാക്ക് കളിക്കാൻ അറിയുന്ന പ്ലെയറെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. കാൽവിൻ റാംസിന്റെ പാസിംഗ് റേഞ്ച് ഒക്കെ അടിപൊളിയാണ്. ഹി ഹാസ് എ ഗുഡ് ഐ ഫോർ എ ഗോൾ ഓൾസോ. സോ കളിപ്പിച്ച് നോക്കണം എന്തായാലും. സ്ലോട്ട് ഷുഡ് ട്രസ്റ്റ് ദി അക്കാഡമി. ഇത്രയും കാലത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ചാൻസ് കുറവാണ്. ആളില്ലാത്ത സമയമെങ്കിലും കളിപ്പിക്കണ്ടേ? ഇപ്പൊ ആളില്ലല്ലോ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മറ്റേ ജോൺസിന് മിഡ്ഫീൽഡിൽ ഉപയോഗിക്കാൻ പറ്റും. മെക്കാലിസ്റ്ററിന് റെസ്റ്റ് കൊടുക്കാം, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഗ്യാക്കോന് റെസ്റ്റ് കൊടുക്കാം, വേർഡ്സിനെ ലെഫ്റ്റ് വീക്കിൽ ഇടാം. അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ടല്ലോ. സോ വേറൊരു പ്ലെയറും കൂടി ഉണ്ട്. ഞാൻ റൈറ്റ് ബാക്ക് കളിച്ചിട്ടുള്ള വേറൊരു പ്ലെയറും കൂടി ഉണ്ട് സ്ക്വാഡിൽ. എൻഡോനെ വേണമെങ്കിൽ എഴഞ്ഞു നടക്കുന്ന പ്ലേയേഴ്സിനെ വെച്ച് റൈറ്റ് ബാക്ക് കളിപ്പിച്ചിട്ട് കാര്യമില്ല ഈ സിസ്റ്റത്തിൽ. അല്പം ഓടുന്ന പ്ലെയർ വേണം. എൻഡോക്ക് ട്രാക്ക് ബാക്ക് ചെയ്യാൻ പറ്റില്ല. ഡ്രിബിൾ ചെയ്ത് കടന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു, അല്ലെങ്കിൽ ചവിട്ടി വീഴ്ത്തണം. ഇനി ഒരാൾ റെഡ് മേടിക്കാനുള്ള സാധ്യത നമ്മുടെ ടീമിൽ കുറവാണ്. എൻഡോ പിടിച്ചു വലിക്കും, ഉറപ്പാ. ജേഴ്സി പുള്ളി ചെയ്ത് എന്തായാലും വലിക്കും. ഈ വോണ്ട് അലോ എനിവൺ ടു പാസ്. സോ ചവിട്ടി കൂട്ടും, ഉറപ്പാണ്. ഇനിയൊരു റെഡ് വെച്ച് കളിക്കാൻ പറ്റില്ല. അത് എവേ ഗെയിമാണ്. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഒരാൾ കുറഞ്ഞ പോലെയാണ് നമ്മൾ എല്ലാ കളിയും കളിക്കുന്നത്. എവിടെ നോക്കിയാലും അവര് മറ്റേ 1 man down പോലെയാണ് നമ്മുടെ ഡിഫൻസീവ് സെറ്റപ്പ്. സോ അത് വെച്ച് നോക്കുമ്പോൾ ഒരു പേസ് ഇല്ലാത്ത പ്ലെയറിനെ റൈറ്റ് ബാക്ക് ഇട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അതിനും ഭേദം കാൽവിൻ റാംസിനെ കളിപ്പിക്കുന്നത് നല്ലത്. കഴിഞ്ഞ മാച്ചിലൊക്കെ ബെഞ്ചിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഗോമസ് ട്രെയിൻ ചെയ്യാൻ സാധ്യതയുണ്ട്. തിരിച്ച് ട്രെയിനിങ്ങിലേക്ക് വന്നു തുടങ്ങും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല വന്ന ഉടനെ കളിപ്പിക്കാൻ. അടുത്ത ഗെയിമിലേക്കായി ഈ മിഡ് വീക്ക് കളിക്കും തോന്നുന്നില്ല. മിഡ് വീക്ക് കളിക്കുന്നുണ്ടാവില്ല. ഇനി FA കപ്പിനാണ് സാധ്യത ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഓപ്ഷൻസ് നമുക്കുള്ളത് കാൽവിൻ റാംസി, എൻഡോ ആണ്. ബാക്കിയുള്ളവരൊക്കെ മിക്കവാറും ഒക്കെ സെയിം ആയിരിക്കും. ചിലപ്പോ മെക്കലിസ്റ്ററിന് റെസ്റ്റ് കൊടുത്ത് അവിടെ കേർട്ടിസിനെ കളിപ്പിക്കാനുള്ള സാധ്യത. അതല്ലാതെ വേറെ സാധ്യതകളൊന്നും കാണുന്നില്ല ചേഞ്ച് വരാനുള്ളത് അല്ലെ. എന്നിട്ട് FA കപ്പിലായിരിക്കും മിക്കവാറും പ്ലേയേഴ്സിനെ ഒന്ന് റെസ്റ്റ് കൊടുക്കാനൊക്കെ ചാൻസ് കാണുന്നതെന്ന് തോന്നുന്നു.
വേറെ സാധ്യതയില്ല. സ്കോഡ് ഇത്രയല്ലേ ഉള്ളൂ. ഞാൻ പ്ലേയേഴ്സ് എടുത്തു നോക്കിയായിരുന്നു. റോബർട്ട്സൺ സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളതാണ് പിന്നെ ഒരു കർക്കസിന് പകരം. പക്ഷെ എനിക്ക് തോന്നണില്ല കർക്കസിനെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് റോബർട്ട്സൺ വീക്കെൻഡിലുള്ള മാച്ചിന് വരാനുള്ള സാധ്യതയുള്ളൂ. വേറെ ആരുമില്ല. നമ്മുടെ കഴിഞ്ഞ ഇതിലെ ബെഞ്ച് അങ്ങനെയാണ്. പിന്നെ എങ്കുമോ പറഞ്ഞ പോലെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. സണ്ടർലാൻഡ് പോലെ ഫിസിക്കൽ ടീമിന്റെ അടുത്ത് വെറുതെ കളിപ്പിച്ച് ആളെ പേടിപ്പിക്കാനുള്ള സാധ്യതയൊന്നുമില്ല. അപ്പോ ഇതാണ് അവസ്ഥ. എന്റെ പ്രഡിക്ഷനിലേക്ക് പോവാ. പ്രഡിക്ട് ചെയ്യാൻ തോന്നുന്നുണ്ടോ? 1-1 അല്ല 2-2 മേ ബി. കാരണം നമ്മൾ വാങ്ങും ചെയ്യും, നമ്മൾ അടിക്കും ചെയ്യും. അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. സോ പ്രോബ്ലി 2-2. ഗണേഷ് പ്രഡിക്ഷൻ നടത്താൻ ധൈര്യപ്പെടുന്നുണ്ടോ? പ്രഡിക്ഷൻ നോക്കട്ടെ, നമ്മൾ ജയിക്കും. പ്രഡിക്ഷൻ ഞാൻ പറയുന്നില്ല, നമ്മൾ ജയിക്കും ഉറപ്പാണ്. എവേ ഗെയിം Sunderland. Equity case too tricky for them. എനിക്ക് അതാണ് തോന്നുന്നത്. എക്വിറ്റി ആൻഡ് വേർഡ്സ് നോക്കാം. ഞാൻ ഗോൾ ആരടിക്കുന്നു പറഞ്ഞില്ല, പക്ഷെ നമ്മൾ ജയിക്കുന്ന എനിക്ക് തോന്നുന്നത്. FPL ക്യാപ്റ്റൻ ആകട്ടെ. എനിക്കും ഈ പറഞ്ഞ നമ്മൾ ജയിക്കുന്ന, ഞാൻ ജയിക്കുന്നല്ല എന്റെ ഒരു പ്രഡിക്ഷൻ ഇതുവരെ നടത്തിയിട്ടില്ല. അത് തന്നെയാണ് എനിക്ക് എപ്പോഴും ജയിക്കും, എല്ലാ മാച്ചും ജയിക്കുന്നുള്ള എന്റെ ഒരു തോന്നൽ. അതായത് ഞാൻ 1-2 സ്കോറിന് ജയിക്കും. അത് ആഗ്രഹം അല്ല, നമ്മളെ ഫാൻസ് ആവുമ്പോ അങ്ങനെയാണല്ലോ, നമ്മൾ ജയിക്കുന്നുള്ള പ്രതീക്ഷയാണല്ലോ പ്രെഡിക്റ്റ് ചെയ്യാൻ. ഞാൻ പ്രെഡിക്റ്റ് ചെയ്യണം 1-2 എന്നുള്ള സ്കോറിന് അവരൊരെണ്ണം അടിക്കുകയായിരിക്കും. പറഞ്ഞ റൈറ്റ് ബാക്കിലെ ഒരു പ്രശ്നം നിൽക്കുന്നുണ്ടല്ലോ. അപ്പോ പിന്നെ പല പ്ലേയേഴ്സും ടയേർഡായിരിക്കും, അതൊക്കെ അഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് സെക്കൻഡ് ഹാഫിലേക്കൊക്കെ. 1-2 എന്നുള്ള സ്കോറിന് നമ്മൾ ജയിക്കും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യണത്. മാത്രമല്ല ഗാക്പോ ചില പ്ലേയേഴ്സ് കുറെ കഴിയുമ്പോ സബ് ആവാനും ഒക്കെ സാധ്യതയുണ്ട്. ഇനി 90 മിനിറ്റ് കളിക്കാൻ പറ്റില്ലല്ലോ. ആ സമയത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഗോൾ കൺസീഡ് ചെയ്യാം. നമ്മൾ ആദ്യം ഗോൾ അടിച്ചിട്ട് പിന്നെ കൺസീഡ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. എനിവേ ബാക്കിയുള്ള മാച്ചുകൾ നമ്മൾ കുറെയൊക്കെ ഡിസ്കസ് ചെയ്തു, ബാക്കിയുള്ള മാച്ചുകളുടെ കാര്യങ്ങളൊക്കെ. ഗെയിം ഓഫ് ദ വീക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഏതാ? ടോട്ടനം വേഴ്സസ് ന്യൂകാസിൽ. നമുക്ക് സംസാരിക്കാം. ആർസനലിന്റെയും സിറ്റിയുടെ ഒക്കെ കാര്യം പറഞ്ഞുള്ളൂ തോന്നുന്നു അടുത്ത മാച്ചുകൾ. ഹൈലൈറ്റ് മാച്ച് സ്പേഴ്സ് ന്യൂകാസിൽ, രണ്ട് തോറ്റുകൊണ്ടിരിക്കുന്ന ടീമുകളുടെ മാച്ച് അല്ലേ. എന്താണ് സ്പേഴ്സിന് എന്തെങ്കിലും സാധ്യത ഉണ്ടോ? ഇതും കൂടി അവര് ഹോം ഗെയിമിൽ എങ്ങനെ കളിക്കാന്ന് അറിയില്ല, നോക്കാം. ഔട്ട് ഓഫ് ഫോമിലൊക്കെയാണ് കളിക്കുന്നത്. പക്ഷെ ബെറ്റർ ആയിട്ട് ഒരുവിധം കളിക്കുന്നത് ന്യൂകാസിൽ ഔട്ട്പുട്ട് ഉണ്ടെന്ന് പറയാം. സ്പേഴ്സിന് അങ്ങനെ ഒരു മൊത്തം ഒരു എന്താ പറയാ പെർഫോമൻസ് വൈസ് നോക്കുന്നു, ഔട്ട്പുട്ട് ഇല്ലാതെ ഒരുവിധം നന്നായിട്ട് കളിക്കുന്നു എന്ന് വേണം പറയാൻ. സോ ഇപ്പൊ ആ റെഡ് കാർഡ് ഇല്ലെങ്കിൽ വല്ലതൊക്കെ നടന്നേനെ. അപ്പോ അങ്ങനെ വന്ന സ്ഥിതിക്ക് ആ ഒരു ഡിഫൻസീവ് ഷേപ്പ് എന്തായാലും ഫോളോ ചെയ്യും. സോ ഹൈലി ഫിസിക്കലായിട്ട് കളിക്കുന്ന ടീമാണ് ന്യൂകാസിൽ. സോ അങ്ങനെ കളിക്കുമ്പോൾ there will be a tough match ആയിരിക്കും. മേ ബി ന്യൂകാസിൽ ജയിക്കാൻ സാധ്യതയുണ്ട്. ഇതും ഞാൻ നോക്കുകയാണെങ്കിൽ 2-2 കൈൻഡ് ഓഫ് തിങ്. രണ്ടുപേരും ജയിക്കില്ല, രണ്ടുപേരും തോൽക്കാൻ എനിക്ക് സ്പേഴ്സ് ജയിക്കുന്നതാണ് എനിക്ക് ഫീൽ ചെയ്യണത്. എനിക്ക് സ്പേഴ്സ് ജയിക്കാൻ നമ്മളൊട്ടും പ്രതീക്ഷിക്കാതിരുന്ന ചിലപ്പോ അവര് ജയിക്കുക, അങ്ങനെയൊക്കെ കാണാം. സൊളാങ്കെ ഫോമിലാണെന്നുള്ളതാണ് വേറൊരു കാര്യം. സൊളാങ്കെ നേരത്തെ സബ് വലിച്ചായിരുന്നു. സൊളാങ്കെ കുറച്ചുകൂടി ഗോൾ അടിക്കാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. നല്ല ഫോമിലാണ് തിരിച്ചു വന്നതിന് ശേഷം. ഈ പറഞ്ഞ പോലെ 10 പേര് വെച്ച് കളിക്കുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു ആൾക്ക്, അത് ഫീൽ ചെയ്തായിരുന്നു. ഈ സ്പേഴ്സ് ജയിക്കുന്നുള്ള ഒരു തോന്നലുണ്ട്. അടുത്തൊരു മാച്ചും യുണൈറ്റഡിന്റെയും ചെൽസിയുടെ മാച്ച് നമ്മൾ ശ്രദ്ധയോടെ കാണുന്നുണ്ടല്ലോ. യുണൈറ്റഡിന്റെ അടുത്ത ചലഞ്ച് വെസ്റ്റ് ഹാം ആണ്. വെസ്റ്റ് ഹാം എവേ മാച്ചാണ്. വെസ്റ്റ് ഹാം ഇപ്പൊ ടേബിളില് റെലിഗേഷൻ പ്ലേസിലാണെങ്കിലും അവരൊന്ന് ഫോമൊന്നും വ്യത്യാസം വന്നുണ്ടോ എന്നുള്ളൊരു സംശയമൊക്കെ കാണിക്കുന്ന രീതിയിലാണ് അവരുടെ അറ്റാക്ക് ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ആയി. അറ്റാക്കി ഒക്കെ വന്നു കഴിഞ്ഞപ്പോ പാബ്ലോ മിഡ്ഫീൽഡും അറ്റാക്കിംഗ് മിഡ്ഫീൽഡും അവരുടെ ഒരു പ്രസ്സിങ് അർജൻസിയോ അല്ലെങ്കിൽ ഒരു എന്തോ ഒരു ഉണർവുണ്ടായി എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഒരു ഫീലിംഗ് അവിടെ ഫ്രണ്ടിൽ ഇത് ഉണ്ടായിട്ടുണ്ട്.
കഴിഞ്ഞ ദിവസം വിൽസണും സ്റ്റാർട്ട് ചെയ്തു, ഗോൾ അടിച്ചു. അപ്പൊ സമവെല്ല് നല്ല ഫോമിലാണ് ഇപ്പം. വലിയ ഫോമിലാണ്. അതെ അതെ. അപ്പോ എന്താ തോന്നണ മാച്ചില് യുണൈറ്റഡിന് മറ്റേ മുടിവെട്ടാൻ പറ്റാത്ത ആൾക്ക് ആ ചാൻസും കൂടി മിസ്സാവോ? ഇതാണ് അടുത്ത് വരെ നിൽക്കുന്നത്. 5 മാച്ച് ജയിച്ചു. എന്താണ് അയാള് സാധ്യത? മുടി വെട്ടാൻ വേണ്ടിയെങ്കിലും അവര് ജയിക്കണം. എന്ത് 6 നമ്പറിൽ കുറെ മറ്റേ തമ്പുരാൻ ഉത്സവം നടത്തണം, ആത്മാവിന് ശാന്തി കിട്ടണം എന്നൊക്കെ പറയില്ലേ, അതുപോലെ അവൻ മുടി വെട്ടാൻ വേണ്ടിയെങ്കിലും ആ കളി ജയിക്കണം എന്ന് പറയാം. വെസ്റ്റ് ഹാം ആണ്, യുണൈറ്റഡിന്റെ ഈ റൺ ഓഫ് ഫോം ആണെങ്കിൽ വെസ്റ്റ് ഹാം ആയിട്ട് ജയിക്കും. പക്ഷെ സുധീ പറഞ്ഞ പോലെ പാക്വറ്റ പോയി. പാക്വറ്റ ഈസ് കൈൻഡ് ഓഫ് ലേസി ഇൻ ഡിഫെൻഡിങ്. അപ്പൊ അവിടെ ഒരു പ്ലെയർ വന്ന് 2 ഔട്ട്പുട്ടും കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡിഫറൻസ് കാണും. പിന്നെ പാക്വറ്റയുടെ നല്ല പ്ലെയർ ആണ്, പക്ഷെ നോട്ട് വിത്ത് എന്താ പറയാ ആ ഒരു മൈൻഡ് സെറ്റ് ഇഷ്യൂ ആണ്. ചിലപ്പോ ചില പാസസ് ഒക്കെ വളരെ ലേറ്റ് ആയിട്ടാ കൊടുക്കുക. ചില പാസസ് ചിലപ്പോ എന്താ പറയാ ആർക്കും കൊടുക്കാൻ പറ്റാത്ത പാസ്സൊക്കെ കൊടുക്കും. അമ്മാതിരി പാസിംഗ് ഒക്കെ ഉണ്ട്. അപ്പോ ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത ഒരു പ്ലെയർ ആണ്. അപ്പൊ ആ ഒരു പ്ലെയർ പോയി വേറൊരു പ്ലെയറിനെ കൊണ്ടുവന്നു. ടീമിന്റെ ടാക്ടിക്സ് ആകെ മൊത്തം മാറി. സോ നല്ലൊരു എന്താ പറയാ ഒരു കളി കാണാൻ നല്ല രസമുണ്ട് ഇപ്പൊ കാണാൻ. ലൈക്ക് ബോവനൊക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ പറഞ്ഞ പോലെ സമ്മർവിലാണ് നല്ല ഫോമിലുള്ളത്. നമ്മള് ലീഡ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. നമ്മൾക്കെതിരെ കളിച്ചിട്ടുണ്ടായിരുന്നു. സോ വെസ്റ്റ് ഹാമിൽ കളിക്കുന്നുണ്ട്, നന്നായിട്ട് കളിക്കുന്നുണ്ട്. സോ ഇത് ഗുഡ് ടെസ്റ്റ്. അതായത് ഫുൾ ബാക്സ് ഇങ്ങനെ കയറി പോകുമ്പോൾ ഈ പേസി വിങ്ങേഴ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നു നോക്കണം. സോ അതൊരു നല്ലൊരു ഗെയിം ആയിരിക്കും. യുണൈറ്റഡ് ജയിക്കാൻ സാധ്യതയുണ്ട്, എസ്പെഷ്യലി വിത്ത് കുഞ്ഞ എംബോമ ഇൻ ടോപ്പ് ഫോം. യുണൈറ്റഡ് ജയിക്കാൻ സാധ്യതയുണ്ട്. യുണൈറ്റഡ് വിൽ വിൻ. കളി ചിലപ്പോൾ നല്ല രസമായിരിക്കും കാണാന്. ഓപ്പൺ ഗെയിം ഫീൽ ഉണ്ടാവും. ബട്ട് ഐ തിങ്ക് യുണൈറ്റഡ് മൈറ്റ് വിൻ. ആ ഒരു മൊമെന്റം അവർ കൂടെ ഉണ്ട് ഇപ്പൊ. എനിക്ക് ഫീൽ ചെയ്യണത് നേരെ തിരിച്ചാ. എനിക്ക് എന്റെ ഒരു പെർസ്പെക്റ്റീവിൽ വെസ്റ്റ് ഹാം ജയിക്കും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യണത്. വേറൊന്നല്ല, ഒന്ന് നമ്മൾ കാണാറുണ്ട് സീസൺ അങ്ങനെ അവസാനിക്കുന്ന സമയത്ത് ഈ റെലഗേഷൻ പ്ലേസിൽ കിടക്കുന്ന ടീമുകൾ അവര് ഏത് മാച്ച് അവർക്ക് മസ്റ്റ് വിൻ ഗെയിംസ് ആണ്. അവര് പരമാവധി ജയിക്കാനുള്ള ഒരു ശ്രമത്തിലേക്കായിരിക്കും ഉണ്ടാവുക. അത് മാത്രമല്ല, ഇത് വെസ്റ്റ് ഹാം ആണ് റെലഗേഷൻ ഇതിൽ കിടക്കുന്നത്. നല്ല മാനേജറുമാണ് അവരുടെ. അവരിപ്പോ ആ ഒരു ചലഞ്ചായിട്ട് എടുത്തേക്കുക റെലഗേഷൻ പ്ലേസിൽ കയറി പോകണം. അവർക്കറിയാം ലീഡ്സ് കളിക്കുന്നത് ഇനി ചെൽസി ആയിട്ടാണ് ഈ ഗെയിം വീക്കിൽ തന്നെ. അപ്പൊ ഇവർക്ക് ജയിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമുണ്ടാവും അങ്ങോട്ട് മാറി വ്യത്യാസം വരാനൊക്കെ. അപ്പോ ആ ഒരു മെന്റാലിറ്റി, ഈ ഒരു ഫോമും ഇത് വെച്ചിട്ട്, ഈ 2 കാര്യങ്ങൾ വെച്ചിട്ട് വെസ്റ്റ് ഹാം യുണൈറ്റഡിനെ തോൽപ്പിക്കാനുള്ള സാധ്യത. മാത്രമല്ല, ഇപ്പോ കാരിക്കിന് വന്നേക്കണ പുതിയൊരു അനുഭവം. മിഡ് വീക്കിൽ ഒരു മാച്ച് കഴിഞ്ഞാൽ അടുത്ത വേറെ മാച്ച് വരുന്നു. അങ്ങനെ ഒരു സാഹചര്യം വരുന്നു. അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ വെസ്റ്റ് ഹാമിന് ഒരു സാധ്യതയുണ്ട്. വെസ്റ്റ് ഹാം ജയിക്കാൻ സാധ്യതയുണ്ട്. എന്താ ചെൽസി ലീഡ്സ്, അത് എനിക്ക് ഇവിടെ ചെൽസി ഈസി വിൻ ആയിരിക്കും. അത് വേറെ ചെൽസി ജയിക്കും. വേറൊന്നും അത് ഡിസ്കസ് ചെയ്യാനില്ല. വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാച്ചുകള് വേറെ ആസ്റ്റൺ വില്ല ബ്രൈറ്റൺ. അത് ആസ്റ്റൺ വില്ല ബ്രൈറ്റൺ ഉണ്ട്. 2 ടീമും തോൽക്കാനായിട്ട് ജയിക്കാതിരിക്കാൻ വേണ്ടി കളിക്കുന്ന 2 ടീം തമ്മിലുള്ള മാച്ചാണ്. ആസ്റ്റൺ വില്ല ബ്രൈറ്റൺ ഒരു കളിയല്ലേ 12ൽ ഒരു കളി എങ്ങനെയല്ലേ ജയിച്ചിട്ടുള്ളത്. ക്രിസ്റ്റൽ പാലസിന് എന്തോ ഒരു ചാൻഡ് ഒക്കെ ഞാൻ ട്വിറ്ററിൽ കണ്ടിട്ടുണ്ടായിരുന്നു. സംതിങ് റിലേറ്റഡ് ടു ഹൗ ഷിറ്റ് യു ആർ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഗെയിം നല്ലതാണ്. അവർക്ക് ഗോൾ അടിക്കുന്നില്ല. അവര് നമ്മൾ പണ്ട് വൂൾസിന്റെ കളി പറയുന്നതല്ലേ, അത്യാവശ്യം നല്ലൊരു ഗെയിം പ്ലേയും ഗോൾ അടിക്കാൻ ആളില്ല എന്നുള്ളത്. ആ ഒരു ഇതിലേക്ക് വരുന്നത് കുറച്ചും കൂടി അട്രാക്റ്റീവ് ഫുട്ബോൾ കളിക്കുന്നുണ്ട് ബ്രെൻഫോർഡ് അല്ല, ബ്രൈറ്റൺ. പക്ഷെ അത് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇവൻച്വലി ദേ വിൽ കൺസീഡ് ആസ് വെൽ. മാത്രമല്ല കഴിഞ്ഞ മാച്ചിൽ ഇപ്പൊ ഒരു തോറ്റ മാച്ചിൽ അവര് ഒരു യങ് ആയിട്ടുള്ള ഒരു പ്ലേയേഴ്സിനെ ഡെബ്യൂട്ടന്റ് ഒക്കെ ഉണ്ടായിരുന്നു. മിന്റ് കളിക്കുന്ന റൈറ്റ് വിങ് പൊസിഷനിൽ, ഡിഫൻസില് സെന്റർ ബാക്കില് വേറെ ഉണ്ടായിരുന്നു. വാൻ ഹെക്കെ സ്റ്റാർട്ട് ചെയ്തില്ല. അതറിയില്ല, അവര് എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അവരുടെ മൊത്തത്തിലേ ഈ ഒരു ഫോമിനെ അഫക്ട് ചെയ്യുന്ന രീതിയിലേ ഇപ്പോ ലൈനപ്പിലായാലും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എനിക്ക് അവര് ജയിക്കുന്നുള്ളൊരു ഫീലിംഗ് ഇപ്പൊ തോന്നുന്നില്ല മാച്ചുകളിൽ. അങ്ങനെ ഒരു തോന്നി.
പിന്നെ ഒരു മാച്ചിൽ പിന്നെ സിറ്റി വേഴ്സസ് ഫുള്ളാം മാച്ച് സിറ്റി ഇതാണ് ഉണ്ടാവുക. സിറ്റി ജയിക്കും. സിറ്റി ജയിക്കുന്നതാണ് എനിക്ക് ഫീൽ ചെയ്യണം. ഫുള്ളാം എവിടെ പോയാലും അവരുടെ ഫുട്ബോൾ ഡിസ്പ്ലേ ചെയ്യാൻ നോക്കും. അത് മതിയല്ലോ ജയിക്കാൻ. നല്ല ഓപ്പൺ ആയിട്ട് സിറ്റി കേറി അടിക്കാൻ. ഫുള്ള് മാച്ചിന് നല്ല ഫോമിലായിരുന്നു. പക്ഷെ എന്താന്ന് അറിയില്ല, അവർ കഴിഞ്ഞ വേർട്ടൺ മാച്ചില് ഞാൻ ആ മാച്ച് കണ്ടില്ല. 1-2 ലാസ്റ്റ് മിനിറ്റ് അവർ തോറ്റു. അങ്ങനെ ഒരു ഇതുണ്ടായി. എനിവേ ഇത് ഒരു ഇതൊക്കെ ആയി. ആർസണൽ നമ്മൾ ഡിസ്കസ് ചെയ്തു ഓൾറെഡി. ആർസണലിന്റെ നെക്സ്റ്റ് മാച്ചസിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു ഓൾറെഡി. ബ്രെൻഫോർഡിനെ മാച്ചാണ് ബ്രെൻഫോർഡ് അവേ. ഇങ്ങനെ ഇപ്പൊ നമുക്ക് നോക്കാം. ആർസണലിന്റെ ഒരു മാച്ചും കൂടി ഉണ്ട്, വുൾസ് ആയിട്ടുള്ള മാച്ചും കൂടി ഈ വീക്കിൽ തന്നെയാണ് വരുന്നത്. പക്ഷെ അതിനുമ്പ് നമ്മൾ വീണ്ടും പോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ടാവും. നമുക്ക് വീണ്ടും അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഫീൽ ചെയ്തത്. ഇനിയിപ്പോ നെക്സ്റ്റ് നമ്മൾ ഈ മാച്ച് കഴിഞ്ഞ FA കപ്പ് മാച്ചിന് മുമ്പ് നമ്മൾ ഒരു പോഡ്കാസ്റ്റും കൂടി ചെയ്യുന്നുണ്ടാവും. അതിനുശേഷം പിന്നെ അപ്പോഴേക്കും ക്രിസും തിരിച്ചെത്തുന്നോളൂ. ഈ വീക്ക് അടുത്ത വീക്കെൻഡ് കൂടി കഴിഞ്ഞാൽ അപ്പൊ ക്രിസും ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഗണേശും ഓബിനും ഒക്കെ ഉണ്ടാവും പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ നമ്മള് 4 പേരുള്ള കുറച്ച് ദിവസമായിട്ട് ഇപ്പൊ 3 പേരായിട്ട് വരികയാണ്. അപ്പൊ ഇതാണ് ചില അവൈലബിലിറ്റി ഇഷ്യൂസ്. നമ്മളൊക്കെ പല കാര്യങ്ങളായിട്ട് നടക്കുകയാണ്. പല കാര്യങ്ങളുണ്ട്. ചില യാത്രകൾ ഒഴിവാക്കാൻ പറ്റാത്തുണ്ടാവും. ചില ജോലികൾ നമ്മളെ ബാധിക്കും. അതൊക്കെ കാരണം നമുക്ക് എല്ലാവരും ചിലപ്പോൾ എത്തിപ്പെടാൻ പറ്റില്ല. അതാണ് കഴിഞ്ഞ ദിവസം നമ്മള് ലൈവ് പോവാമെന്ന് പറഞ്ഞെങ്കിലും അത് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഒരാൾ കമന്റ് ചെയ്തിരുന്നു, എന്താണ് ലൈവ് വരാമെന്ന് പറഞ്ഞിട്ട് പറ്റാഞ്ഞത്. ഈ പറഞ്ഞ പോലെ അവൈലബിലിറ്റി ഇഷ്യൂസ് നമ്മളതൊക്കെ പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മിക്കവാറും ഈ സീസൺ തീരുമ്പോഴേക്കും തന്നെ നമ്മള് ഫുള്ളൊരു ഇതിലേക്ക് വരും. നമ്മൾ ഇതിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ട് അധികമായിട്ടില്ല. നമ്മൾ ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പൊ ചെറിയ പ്രശ്നങ്ങൾ നമ്മളുണ്ട്. നമ്മളത് പരിഹരിക്കാൻ വെച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണം. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഒരുപാട് ഫുട്ബോൾ ഗ്രൂപ്പ്സ് ഉണ്ടാവും നമ്മുടെ, അതിലൊക്കെ ഇടുക. അപ്പൊ അങ്ങനെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യണം. അടുത്ത കളി ജയിക്കും എന്നുള്ള പ്രതീക്ഷയോടെ എല്ലാവർക്കും ബൈ.